1713 വർഷം, അതായത് ശരിയായി പറഞ്ഞാൽ 300 വർഷങ്ങൾക്ക് മുൻപ് സർവസമ്പത്തും ഐശ്വര്യത്തോടും കൂടി പ്രഗത്ഭരായ രാജാക്കന്മാർ വാണ രാജ്യമാണ് പത്തനാപുരം. ആദിശക്തിയായ പാർവതി ദേവി അമ്മ സ്വയംഭൂവായി അവതരിച്ച് ആ രാജ്യത്തിന് കാവലായി നിന്ന് ഒരാപത്തും വരാതെ കാത്തു സൂക്ഷിച്ചു. നല്ല ഭരണം കാഴ്ചവെച്ചു വന്ന പ്രഗത്ഭനായ രാജാവായ വിജയേന്ദ്രവർമ്മന്റെ സംസ്ഥാനം സർവസമ്പത്തും ഐശ്വര്യങ്ങളും കൊണ്ട് അനുഗ്രഹീതമായ ഒരു രാജ്യമായിരുന്നു. നല്ലതുണ്ടെങ്കിൽ ചീത്തയും ഉണ്ടാകുന്നത് പോലെ ജനനമുണ്ടെങ്കിൽ മരണവും ഉണ്ടാകും. അതുപോലെ ആദിശക്തി ഉണ്ടായിരുന്ന സ്ഥലത്ത് ദുഷ്ടശക്തിയും ഉണ്ടായിരുന്നു. ആ ദുഷ്ടശക്തി ഈ പ്രപഞ്ചം നശിക്കുന്നതുവരെ തന്റെ ആത്മാവിനും നാശം സംഭവിക്കരുതെന്ന് മഹാകാളിയിൽ നിന്നും വരം നേടി ഈ പത്തനാപുരത്ത് തന്നെ പല നൂറ്റാണ്ടുകൾ ക്ഷമയോടെ കാത്തിരുന്ന് പിന്നീട് 300 വർഷങ്ങൾക്ക് ശേഷം നാഗത്തിന്റെ രൂപം സ്വീകരിച്ചു. സംഭവിച്ച സംഭവങ്ങൾ എന്താണെന്ന് കാണുന്നതിന് മുമ്പ് ഇപ്പോഴെന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. അകത്തുനിന്ന് ലഗേജ് എടുത്തോണ്ട് വാടാ. അത് അകത്ത് പോയിട്ടാവാലോ എപ്പോഴും കൂടി. ഡേർട്ടി ഗസ്റ്റ് ഹൗസ് വെറൈറ്റി ആയിട്ടുണ്ടല്ലേ? അല്ലടാ ഭീമാ ബാലനാ. മാനേജർ സർ പറഞ്ഞ ഡേർട്ടി ഗസ്റ്റ് നിങ്ങളാണ്. സോറി കോസ്റ്റ്ലി ഗസ്റ്റ് നിങ്ങളല്ലേ? അതൊക്കെ പോട്ടെ, ഈ ഡേർട്ടി ഗസ്റ്റ് ഹൗസ് എന്തിനാ പേരിട്ടിരിക്കുന്നത്? അതൊക്കെ പഴയ കഥയാ സാറേ. നിങ്ങൾ എന്തിനാ കേൾക്കുന്നേ? വാ അകത്തേക്ക് വരുന്നേ. വരൂ ബോയ്സ്, വരൂ. നാണിക്കാതെ വന്നോളൂ. സാരിക്ക് മാച്ചായിട്ടാ ഫ്ലവർ വൈസ് വെച്ചിരിക്കുന്നേ. അടിപൊളി. ഇരിക്ക. ഇങ്ങോട്ട് നോക്കിക്കേ ബോയ്സ്, നിങ്ങൾക്കൊരു ബമ്പർ ഓഫർ തരാം. പറയൂ. എത്ര ദിവസം നിങ്ങൾ ഇവിടെ കാണും? 2 ദിവസം ഉണ്ടെങ്കിൽ ഒന്ന് ഫ്രീ ആയിട്ടാണോ? സസ്പെൻസ് വേണ്ട. അവിടെ ഇരിക്കെ. എന്താന്ന് വെച്ചാ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഒരു കോഫി ഫ്രീ. കോഫിയോ? പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചതിന് ശേഷം ഒരു പീഡ ഫ്രീ.
രാത്രി ഡിന്നറിന് ശേഷം കുപ്പിയല്ലേ കുപ്പി തരൂലേ പായസം കുടിച്ചിട്ട് അങ്ങനെ ഇരുന്നോടാ. അമ്മ പയ്യന്മാരോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കടാ. അത് നിങ്ങൾക്കാ എന്തെനിക്ക് ആരാ അയാള്? എന്റെ ഭർത്താവ്. അപ്പൊ നിങ്ങൾ ആന്റിയാണോ? നമസ്കാരം സാർ. അവന്മാരോട് എന്താണ് എത്ര വർത്താനം? ഇങ്ങ വന്നേടാ. ഏട്ടാ താഴെ പോയി അവന്മാരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു ഓ ആണുങ്ങളെ കണ്ട ഇച്ചിരി അട്ട കൂടല്ലോ അവക്ക്. മോളി കയറിയോടാ. ഡേർട്ടി ഹൗസ് ആണെന്ന് വെച്ച് ഡേർട്ടി പിക്ചർ എന്റെ ഭാര്യയോട് കാണിക്കണ്ട. അങ്ങനെയാണ് ഞാൻ ഹാപ്പിയാ. ശരി, നേരെ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് റൈറ്റിലേക്ക് പോക്കോ. പോട്ടെ 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 പോട്ടെ. കിണിക്കല്ലേടി പല്ലിയടിച്ച് അഴിയിടും. ബാക്കും സൂപ്പർ ആയിട്ടുണ്ട്. അത് സെൻസർ കട്ടാ. നീ റൈറ്റിൽ പോയിട്ട് ലെഫ്റ്റിൽ പോ. മോനെ വരൂന്നേ, ഞാൻ കാണിക്കാം. എല്ലാം നിങ്ങൾ തന്നെ കാണിക്കൂ. ഫുൾ ബോട്ടിൽ വാങ്ങി തരുമോ? ഫുൾ ബോട്ടിൽ വിഷം വാങ്ങിച്ചു തരാടാ. അത് നിന്റെ ബ്രാൻഡ്, എന്റെ ബ്രാൻഡ് അല്ല. അത് ഞാൻ തരാവുന്നേ. ഓ, നിങ്ങൾ എടുത്തുണ്ടോ? എടാ ഞരമ്പ് രോഗികളെ, നീ നോക്കി അവളുടെ ഞരമ്പൊക്കെ വരിച്ചു ഊരില്ലടേ. എന്നോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്റെ ഭാര്യയോട് സംസാരിച്ച് എനിക്ക് ഞരമ്പ് ത്രസിക്കൂടാ. എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രോപ്പർട്ടി ആണോ? നിങ്ങളുടെ പ്രോപ്പർട്ടി ആണോ? ക്ലോസ് ദ ഡോർ. ക്ലോസ് ദ ശരിടാ, ഡോർ. പോടാ. പൊന്ന് കൊടുക്കലൂരമ്പേ കാത്തോളണേ. എടി കൊടുക്കലൂർ ഭൂദേവി, അങ്ങോട്ടേക്കോട്ട് പോവാടി. ഇങ്ങോട്ടാടി നമ്മുടെ റൂം. വാ, നടക്ക്, ചെല്ല്. മുറി എവിടാന്ന് ഇപ്പോഴെങ്കിലും ആന്റി, ബാത്റൂമിൽ വെള്ളം. വരുന്നു. എടാ, പോടാ അകത്ത്. പുറത്ത് വന്ന പുറം പൊളിച്ചു കളയും ഞാൻ. ഇവന്മാരെ വെച്ച് ഞാൻ നടക്കടി അങ്ങോട്ട്. ഓടി, ഓ. ഇവന്മാര് വന്നിട്ട് 1 മണിക്കൂർ പോലും ആയില്ല. അതിനോട് എന്റെ ഭാര്യക്ക് റൂട്ട് വിടുകയാണല്ലോ. രാത്രി മുഴുവൻ കണ്ണു കണ്ടുവെച്ച് കാത്തിരിക്കണം തോന്നുന്നു. എന്താടാ ഇവന്മാര് ചോളത്തിരപ്പ് കൂടുതലുള്ള കൂട്ടത്തിലാന്ന് തോന്നുന്നു. ഞാൻ എടി, നീ എന്തിനാടി വരുന്നത്? നീ വന്നാൽ നിന്നെ ചാർജ് ചെയ്യില്ലേ? 3 പേർക്ക് സാധനം ഒഴിച്ചിട്ട് ബാക്കി 2 പേർക്ക് മണം അവരെ ഒഴിക്കും. നന്നായിട്ട് നോക്കിക്കോണം കേട്ടല്ലോ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഹേയ് ബോയ്സ്, വരൂ. എനിക്കും എന്നാ, എടി നിർത്തടി. നിങ്ങളെന്തിനാ വിഷമിക്കണേ? ഞാനില്ല നിങ്ങൾക്ക് സാധനം സപ്ലൈ ചെയ്യാൻ. നിങ്ങൾ ഇരിക്കും. ശരി. വേഗം എടുത്തോണ്ട് വരൂ. എടി നീ അങ്ങോട്ട് പോയി. ഉടനെ അവന്മാരുടെ പുറകെ പോക്കണം. എന്റെ ഒരു ഗതികേട്. എന്നാ എടുത്തു കൊടുക്കടി. ഒന്നാമത് വോൾട്ടേജ് കൂടിയ പിള്ളേർ. നീ അതിനടുത്ത് പോയി എനിക്ക് ചോക്കടി. വരൂ വരൂ. ആ, വേഗം വേഗം വേഗം. കാണുന്നില്ല. ഇത് നിങ്ങൾക്കാണ് ബോയ്സ്. പെട്ടെന്ന് ഇങ്ങ് എടുത്തോണ്ട് വന്നേ. ബോട്ടിൽ കൊണ്ട് ആ, ആന്റി വേഗം വേഗം ഇവിടെ വെക്കേ. ആ ആന്റി വാ, ഇവിടെ ഇരുന്നോ. എടി നിന്റെ സീറ്റ് അവിടെയല്ലേടി. പറയുന്ന കേട്ടോടാ, അവിടെ ഇരുന്നോ. നല്ലൊരു chance ആണ് ഒന്ന് കണ്ണടച്ചാ മടി കയറ്റി ഇരുത്തും തോന്നുന്നല്ലോ. ഏ, അളിയാ, വാ 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 വാ. എന്തിനെങ്കിലും വേളം വെക്കുന്നേ? ആ, cheers. ഒന്ന് നിർത്തണ. അവൻ ഇതുവരെ ഒഴിച്ചില്ലല്ലോ. ഞാൻ കുടിക്കാറില്ല ഏട്ടാ. എനിക്ക് ഒരെണ്ണം വീച്ച്. എനിക്ക് ശീലമില്ല. ശീലമില്ലെന്നോ? നിങ്ങൾക്ക് ഡ്രിങ്ക്സ് ഇഷ്ടമല്ലേ? അവൻ കുടിക്കില്ലെന്ന് പറയുമ്പോ നിങ്ങൾ എന്തിനാ നിർബന്ധിക്കുന്നേ? കുടിക്കും മോനെ. ഒരേ ഒരു പ്രാവശ്യം. ഇന്ന് ഒരേ ഒരു പിടി. എടോ, അവൻ വേണ്ടെന്നല്ല പറയുന്നു. മിണ്ടാതിരിക്കേ. Cheers. ഫസ്റ്റ് ഈ മോൻ കുടിക്കട്ടെ പ്ലീസ്. വേണ്ട ഏട്ടാ, ഇവര് കുടിച്ചാൽ ഞാൻ കുടിച്ച പോലെ തന്നെയാ. എനിക്ക് വേണ്ട. അല്ല നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ പറയണേ? ആയില്ലടാ. നീ കഴിച്ച അവൻ കഴിച്ച മാതിരി, അവൻ കഴിച്ച എന്റെ ഭാര്യ കഴിച്ച മാതിരി, എന്റെ ഭാര്യ കഴിച്ച ഞാൻ കഴിച്ച മാതിരി, പിന്നെ ഞാൻ കഴിച്ച നിങ്ങൾ എല്ലാരും കഴിച്ച പോലെ ആകത്തില്ല മോനെ. ഈ മോൻ കഴിച്ചില്ലെങ്കിൽ ഇതൊരു പാർട്ടി ആവില്ല മക്കളെ. ഞാനും അത് തന്നെയാ പറഞ്ഞത്. ഇവൻ കുടിച്ച പാർട്ടി ആവില്ലത്. ആവശ്യമില്ലാത്തൊക്കെ നടക്കും. എടാ മദനെ, ഇവിടെ ഇരുന്ന് ഞങ്ങൾക്ക് ഇട്ട് പണിയാതെ ഇവിടുന്ന് ഒന്ന് എഴുന്നേറ്റ് പോടാ. എടാ ഈ ഇരിക്കുന്ന സാധനം ഞങ്ങളൊന്ന് വീശിക്കോട്ടെ. എന്നാ തുടങ്ങാം. നിർത്തുന്നുണ്ടോ? ഛെ, നിങ്ങളൊക്കെ ഫ്രണ്ട്സ് ആണോ? അവൻ കുടിക്കാത്തോണ്ട് നിങ്ങൾക്ക് കുടിക്കണം തോന്നുവോ? മദൻ, നീയും കുറച്ച് കുടിക്കുന്നേ. എടാ ഞാൻ അടിക്കത്തന്നെ ആന്റി വല്ലാതെ ഫീൽ ചെയ്യുന്നു. ഞാൻ ഒരേ ഒരു പെഗ് മാത്രം അടിച്ചു. വേണ്ടടാ മദൻ. മുരളിയുടെ കല്യാണത്തിന് നീ കുടിച്ചപ്പോ അവന്റെ കല്യാണം തന്നെ നിന്ന് പോയില്ലടാ. എടാ ഇവർക്കൊക്കെ വല്ലാത്ത വിഷമമായി. ഈ ഒരൊറ്റ പെഗ് മാത്രം. വേണ്ടടാ. എടാ വേണ്ടടാ, പറഞ്ഞേ പറയുന്നത് കേക്കടാ. കേക്ക്. മദൻ, ഒറിജിനൽ അല്ലേ? എന്റെ എല്ലാം ഒറിജിനലാ. ഞാൻ കണ്ടിട്ട് തന്നെ കൊറേ വർഷമായി. എന്നോട് എന്തിനാണ് ചോദിക്കുന്നത്? അയാളോട് ചോദിക്ക്. ഞാൻ പറയട്ടെടാ. നീ കണ്ടോടാ. അത് പിന്നെ മോൻ കുടിക്കും മോനെ. എടാ മദൻ, വേണ്ടടാ വേണ്ടടാ. അയ്യോ, അവൻ കുടിച്ചല്ലോ. ഇതാണ് സൂപ്പർ പാർട്ടി. ഓക്കെ ഓക്കെ, ഇനി ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റില്ല. ഇവിടെ ഉള്ളതൊക്കെ നിനക്ക് തന്നെയാടാ. എന്താടാ നിങ്ങളുടെ മുഖത്തിന് ഈ ഒരു എക്സ്പ്രഷൻ? ഈ മോന്റെ കുടിയാണ് ഒരു കുടി. എന്താ നോക്കണേ? കൊടുക്കണേ. എടാ, വേണ്ട, പറയുന്നത് കേക്കടാ. വേണ്ട. ഏയ് വിഷമിക്കണ്ടേ, ഇനിയുണ്ട്. മോൻ കുടിക്ക്. നല്ലോണം കുടിപ്പിക്കുന്നുണ്ടോ? വാടാ, നമുക്കിടുന്ന് പോയേക്കാം. വന്നേ. ഈ പാർട്ടി തീരുന്ന വരെ ആരും ഇവിടുന്ന് അനങ്ങാൻ പാടില്ല. അതാണ് ഇവിടുത്തെ പാർട്ടിയുടെ റൂൾസ്. നിങ്ങൾക്ക് എല്ലാം പറയുന്നത് മനസ്സിലാവണമെന്നുള്ളൂ അല്ലേ? അത് മതി. ദേ സിംഹത്തിനെ പോലെ വെള്ളം അടിക്കണ ഈ മോനെ നോക്കി പഠിക്കണ. തല തിരിഞ്ഞ ഞരമ്പ് രോഗികളെ. എടാ പതുക്കെ കുടിക്കേ. പതുക്കെ. എന്താടാ പറ്റിയേ? എടാ അളിയാ, എന്ത് പറ്റി എന്റെ പുലിക്കുട്ടിക്ക്? മോൻ വടിയായോ അതോ ഫിറ്റ് ആയോ? ഡാ മോൻ ഫിറ്റായി. നമുക്ക് റൂമിൽ കൂട്ടിക്കൊണ്ട് പോവാ. വേണ്ടെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഒഴിച്ചൊഴിച്ച് കൊടുത്തതല്ലേ? നീ തന്നെ എടുത്തോണ്ട് പോയി കിടത്തിയോ? എടാ പ്രശ്നം തുടങ്ങിട്ടാ. യു ആർ സിംഗർ, സൂപ്പർ വോയിസ്.
അല്ല എന്തിനാ തല്ലിയേ? കെട്ടിപ്പിടി കെട്ടിപ്പിടിടാ. അയ്യോ, എനിക്ക് പാടാൻ വയ്യ. ബോയ്സ് എടി ജോലിക്കാരനെ വിളിക്കുന്നതിന് പകരം ബോയ്സിനെതിരായിട്ട് നിങ്ങളൊന്നും മിണ്ടായിരുന്നേ. നീ ഇവിടെ വാടാ, നീ ഇവിടെ വാടാ. വന്നേ. അവരിവിടെ കണ്ടിട്ടുണ്ട് കൊന്നുകളെ, അതുകൊണ്ട് നീ അവിടെ കൂട്ടിക്കൊണ്ട് പോ. ഡാ, നീ പോടാ ഓ പോടാ ഓ ആ ആ എന്റെ പാട്ട് പാടണോ? ആ. കെട്ടിപ്പിടി കെട്ടിപ്പിടി, കെട്ടിപ്പിടി, അങ്ങിലെ, അങ്ങിലെ, കെട്ടിപ്പിടി, കെട്ടിപ്പിടിടാ. ഇവിടെ എന്താണ് പ്രശ്നം? വരുമ്പോ ഹീറോ പോലെ വെള്ളടിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വില്ലനെ പോലെ ആയത്. എനിക്ക് പാടാൻ പറ്റില്ല. പോ. ഹീറോയ്ക്ക് വില്ലനാകാൻ പറ്റത്തില്ലേ? ആ. എന്നാ ഞാൻ അടിക്കില്ല, അടിക്കില്ല, അടിക്കില്ല. കെട്ടിപ്പിടിക്ക്, കെട്ടിപ്പിടിക്ക്. ആ, പാടി, വേഗം പാടി. അവൻ ഇങ്ങ് എത്തുന്നു. വേഗം വാ. ആ, ഒന്ന് വേഗം പാടി. പെട്ടെന്നോ 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 വാ. അകത്ത് കയറി കഥ അടയ്ക്കാം. അല്ല നീ എന്തിനാണ് എന്നെ അകത്തിട്ട് കഥ അടച്ചേ? അകത്ത് പാടി, കഥ പാടി. എടി തുറക്കാനാ പറഞ്ഞേ. ബോയ്സ് എവിടെയാ നിങ്ങള്? ഞാൻ പറയുന്നൊന്ന് കേക്ക്. വാടാ എല്ലാരും. എടാ ഒന്നും മിണ്ടാതിരിക്കേ. വരൂ എല്ലാരും വരൂ. എടാ വരാനല്ലേ പറഞ്ഞു. ഇങ്ങോട്ട് വാടാ, വരാൻ. ആ? അങ്ങനെ തന്നെ ട്രെയിന് പോലെ പോവാം. ഡാ, എവിടെ പോയാലും ഞാൻ ആളെ വിടില്ല. മര്യാദക്ക് വെള്ളിട്ട് ഇറങ്ങി വന്നോ, ഇല്ലെങ്കിൽ എനിക്ക് കെട്ടിപ്പിടിച്ചേ പറ്റൂ. ഇറങ്ങി വരാനാ പറഞ്ഞത്. വരീനടാ. എവിടെ പോയി? നിങ്ങളെല്ലാരും എന്നെ തനിച്ചു വിട്ടിട്ട് എവിടെടാ പോയത്? എല്ലാറ്റിനും ഞാൻ ഇവനാരാടാ? ഓ ഞാനായിരുന്നോ? നല്ല ഗ്ലാമർ ആണല്ലേ. അവിടെ എന്താ ഇതാ വരുന്നു വരുന്നു. എനിക്ക് കെട്ടിപ്പിടിക്കണം, എനിക്ക് കെട്ടിപ്പിടിക്കണം. ഞാനൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ. അപ്പൊ ഞാനോ? ഞാൻ സംസാരിക്കാം. നമസ്കാരം. ആ വാതിൽ തുറന്നേ. ആ ശരി സാർ. അകത്തേക്ക് വരൂ. ശരി സാർ. ആരാ സാറേ നിങ്ങൾ? റിപ്പോർട്ടർ മദൻ. താങ്ക് യു ഓക്കെ സാർ. എക്സ്ക്യൂസ് മീ, എംഡിയുടെ ചേംബർ എവിടെയാണ്? സ്ട്രേറ്റ് പോയാ ഓ മതി. അവിടെയാണോ? താങ്ക് യു. എംഡി ഒന്ന് കാണാമെന്ന. നിങ്ങളുടെ പേര് സാർ? മദൻ. കുറച്ചു നേരം വെയിറ്റ് ചെയ്യും സാർ. താങ്ക് യു. എക്സ്ക്യൂസ് മീ, സാർ വിളിക്കുന്നു. ഓക്കെ. ഓക്കെ. Okay, ready, madam. Okay, ready. Yeah, ready. വെൽക്കം ടു KTV. വെൽക്കം ഫ്രണ്ട്സ്, വെൽക്കം വെൽക്കം ബോസ് ലിംഫെറ്റ് ഷോയിലേക്ക്. എല്ലാ ആഴ്ചകളെയും പോലെ ഇന്നും പുതിയൊരു ഐഡിയയുമായാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ ആഴ്ച അല്പം കൂടി വ്യത്യസ്തമായി സ്വിമ്മിങ്ങിനെ സംബന്ധിച്ചുള്ളതാണ്. ഇതിനെപ്പറ്റി വിശദമായി സംസാരിക്കാൻ ഇന്ന് 2 ഗസ്റ്റുകളുണ്ട്. ഇത് സന്ധ്യ, ഇത് മീന. ഹായ് സന്ധ്യ. ഹായ് മീന. Hello. സോ ദിസ് ഇസ് ഡൺ ഫോർ യു. ഓക്കെ ഓക്കെ. രൂപ മാഡം, രൂപ മാഡം, ഒരു നിമിഷം മാഡം. MD സാർ നിങ്ങൾ അകത്തേക്ക് വിളിച്ചിട്ടുണ്ട്. ആരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യണം അത്രേ. നിങ്ങൾ പൊക്കോളൂ, ഞാൻ വരാം. ഓക്കെ മാഡം. I will come after 5 minutes. Okay. Okay. രൂപ, ഇദ്ദേഹം മദനാണ്. വെരി ഇന്റലിജന്റ് ഗായ്.
30 ഇയേഴ്സ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ പ്രോജക്ട്സ് എല്ലാം 30 സെക്കൻഡ്സ് കൊണ്ട് തീർത്തു. സോ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്യൂ. ഓക്കെ? ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. ഹായ്, ഐ ആം മദൻ. ഹായ്, ഞാൻ രൂപ. നിങ്ങളോടൊപ്പം എനിക്കെന്ത് ജോലിയാണ്? യാ, ഓഫ് കോഴ്സ്. ഇതിനു മുൻപ് ഞാൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. ആക്ച്വലി എന്റെ കയ്യിൽ പത്തനാപുരവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഉണ്ട്. അതിനെപ്പറ്റിയാണ് ഞാനും എം ഡിയുമായി കുറെ നേരമായി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. താങ്കളുമായി ചേർന്ന് വർക്ക് ചെയ്യാൻ പറഞ്ഞു. സ്ക്രിപ്റ്റ് റെഡിയാണോ? റെഡി മാഡം. സാർ പ്ലീസ് സാർ, എന്നെ രക്ഷിക്കണം സാർ. സാർ എന്നെ രക്ഷിക്കണം. സാർ, അതെ, സാർ, ആരാ സാർ, നിങ്ങള്? please, സാർ. നിങ്ങൾക്ക് സാർ, എന്താ അവര്- വേണ്ടേ? ഇത് സാർ, TV ചാനലാണ് സാർ, അവരെന്നെ കേട്ടോ. കൊല്ലും സാർ. സാർ പ്ലീസ് സാർ, സാർ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണം സാർ. അവരെന്നെ TV ചാനലാ മോളെ, പോലീസ് സ്റ്റേഷൻ അല്ല. സാർ പ്ലീസ്, ഞാൻ കേൺ അപേക്ഷിക്കുകയാണ് സാർ. അതെ, ഞാൻ സാർ, പറയുന്നത് please, മനസ്സിലാവുന്നില്ലേ? സാർ, എന്നെ പുറത്തേക്ക് എങ്ങനെയെങ്കിലും പോവാനാ. രക്ഷിക്കണം, അതെ, സാർ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്താ സാർ, ചെയ്യുന്നത്? please. പറയണ കേൾക്ക്, എം ഡി അകത്തുണ്ട്, അയാൾക്ക് എന്നെ അടുത്ത രക്ഷിക്കണം, പ്രശ്നമാവും. ആ പറഞ്ഞില്ലേ, നിങ്ങളോട് പോവാനാ പറഞ്ഞ പോവാൻ. ആ പറയണ സാർ, മനസ്സിലാവുന്നില്ലേ? നിങ്ങൾ ഇത് വലിയ ഇങ്ങനെ പ്രശ്നമാണ്, ഇറങ്ങി പോവാനാ Please, sir, പറഞ്ഞ. നിങ്ങൾ ആ MD യോട് നിനക്കെന്താ പ്രശ്നം? സംസാരിച്ച് നോക്കൂ. നിന്റെ പണിയെടുത്താൽ മതി. ഇങ്ങനെ പറഞ്ഞാണ് കുറെ ആൾക്കാരോട് കയറി വരുന്നത്. സാർ ഞാൻ പറയുന്നത് വിശ്വസിക്കൂ സാർ. സാർ അവരെന്നെ കൊല്ലും. അതൊക്കെ നിങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോവാനാ പറഞ്ഞത്. പറഞ്ഞു സാർ, മനസ്സിലാവുന്നില്ലേ? എനിക്ക് വേറെ ഇറങ്ങി ആളില്ല, സാർ. പോവാനാ പറഞ്ഞത്. ദയവ് ചെയ്ത് എന്നെ രക്ഷിക്കണം. കാല് പിടിച്ചിട്ട് ഒരു കാര്യമില്ല. പുറത്തു പോകാൻ പറഞ്ഞ കാലിന് വീഴും. പറയുന്നത് കേൾക്കൂ സാർ. സാർ, please. നിന്നെ കാരണം പ്രവൃത്തി ശരിയായിപ്പോയല്ലോ. സാർ, ഞാൻ പറയണൊന്ന് കേക്ക്, പുറത്തേക്ക് പോ. സർ, എന്താ സാർ ഇത്? എത്ര നേരമേ ആ പെണ്ണ് സാറിന് കാല് പിടിച്ച് അപേക്ഷിക്കുന്നു? ദുരിതങ്ങൾ നടന്നാൽ ആൾക്കാർ ഇവിടെയാണ് വരുന്നത്. ഇതല്ലേ ഇപ്പൊ എം ഡി പറഞ്ഞിട്ട് പോയത്? സാറേ, MD അറിഞ്ഞ വലിയ പ്രശ്നം. സാറിന്റെ പണി നോക്ക്. വന്നു ദൈവദൂതൻ. എന്താ പറ്റിയത്? സാർ അവരെന്നെ താൻ വളരെ ധൈര്യമായിട്ടിരിക്കെ, ഞാനിവിടെ ഉണ്ട്. എന്റെ പേര് സ്വാധീന. ഒരു രംഗം ഞാൻ പറയുന്നത് നീ കേൾക്കണം. കേക്കില്ലെന്ന് നീ വാശി പിടിച്ച പിന്നെ ഞാൻ നിന്നെ കൊല്ലും. പറയുന്നത് കേക്കണേ. കൂട്ടുകൂടാ ഇവിടെ ചെറുപ്പത്തിൽ നിന്ന് എന്നെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയിട്ട് ഇപ്പൊ എന്നെ തെറ്റായ വഴിയിലേക്ക് പോകാൻ നിർബന്ധിക്കുകയാണ് സർ. സർ എങ്ങനെയെങ്കിലും എന്നെ അവിടുന്ന് രക്ഷിക്കണം സർ. എടുത്താൻ ധൈര്യമായിട്ടിരിക്കെ, ഇനി ഞാൻ നോക്കിക്കോളാം. രൂപ, മൈക്രോ ക്യാമറ എടുത്തിട്ടോ? മൈക്രോ ക്യാമറ എടുത്തിട്ടോ? എന്റെ അടുത്തുണ്ട് മാഡം. ഇന്നാ സാർ നിങ്ങൾ ആവശ്യപ്പെട്ട ക്യാമറ. ഇത് നിന്റെയിലുള്ള കാര്യം അവർ അറിയാൻ പാടില്ല. ഇപ്പൊ അവരെവിടെയാ ഉള്ളത്? പുറത്ത് മെയിൻ ഗേറ്റിലുണ്ട് സർ. ശരി, നീ ധൈര്യമായിട്ട് അങ്ങോട്ട് പോ. എല്ലാം ഞാൻ നോക്കിക്കോളാം. ഓക്കെ? ഓക്കെ സർ, ഞാൻ പോവാ. നിന്നെ ആരെ രക്ഷിക്കാന്ന് നോക്കട്ടെ. ഒരു പ്രാവശ്യം പറഞ്ഞ അറിയില്ലേ? വിടൂ. മിണ്ടാതിരിക്കാൻ പറഞ്ഞ ദയവ് ചെയ്ത് എന്നെ ഒന്ന് വിടൂ. ഹലോ ഹലോ രൂപ, ലൈവ് സ്റ്റാർട്ട് ചെയ്യേ. ദയവ് ചെയ്ത് എന്നെ വിടൂ. ണ്ടല്ലോ നിന്റെ കഥ ഇവിടെ വെച്ച് തീർക്കും. എന്നെ വിടൂ. ഇറങ്ങടി. ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞ. ഇങ്ങോട്ട് വാടി. ഇതാ കൊണ്ടുവന്നിട്ടുണ്ടാ. പാടി. എന്താ എന്താടി നീ വിചാരിച്ചേ? എങ്ങോട്ടാടി പോയത്? ഡേ, നീ എന്ത് വിചാരിച്ചു? ഓടി മീഡിയയുടെ അടുത്ത് കരിഞ്ഞോണ്ട് പോയാല് നിന്നെ രക്ഷിക്കാൻ അവരിവിടെ വരുമെന്നാണോ കരുതിയത്? എന്നെ എതിർക്കുന്നവർ ആരും ഇവിടെ കാണില്ലെന്ന് നിനക്കറിയോടി? എടി, എന്താണ് നിന്റെ മനസ്സില്? എന്നെ ചതിക്കാനാണോ നീ നോക്കിയത്? ചക്കിലിട്ട് പൂട്ടും ഞാൻ. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, അല്ല ഞാൻ അല്ല, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഡോ, താൻ പറയാൻ വന്ന കാര്യം തെളിച്ചു പറയടോ. പ്രശ്നം വന്നിട്ടുണ്ടെന്നേ. തമാശക്ക് പറയല്ല, മന്ത്രിസ്ഥാനം തെറിക്കാൻ പോകുന്നു. എടാ പോണ വിവരം കെട്ടവനെ, ഞാൻ MLA ആകാൻ വേണ്ടി എത്ര പേരെ കൂട്ടിക്കൊടുത്ത് എത്ര കാശ് കൊടുത്താണ് ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് നിനക്ക് അറിയോ? എല്ലാവർക്കും ഈ സ്ഥാനത്ത് എത്താൻ പറ്റില്ല. ആ ശാസ്ത്രങ്ങളോടുള്ള സാവിത്രി ഇല്ലേ, അവളിപ്പോ ടിവിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത്, അവൾ അത്രയ്ക്ക് വലിയ ആളായോ? എന്നാ അതൊന്ന് കാണണമല്ലോ. നീ അവളെ വിളിക്കോ, ഒന്ന് സംസാരിക്കട്ടെ. അവളുടെ അടുത്ത് വർത്താനം പറഞ്ഞ് നിൽക്കാതെ ആ TV ചാനലിലേക്ക് ഒന്ന് വിളിച്ച് ചോദിക്കൂ. അവരോട് എന്തിനാടാ? എന്ന് വെച്ചാൽ ഗസ്റ്റ് ഹൗസിൽ നടക്കുന്നതൊക്കെ ടിവിയിൽ കാണുന്നുണ്ട്. അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വിസ്തരിച്ച് ടിവിയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താടാ?
ആ ഗസ്റ്റ് ഹൗസിൽ എന്തൊക്കെ നടന്നാലും ബിൽഡിംഗ് കട്ട് ചെയ്തത് നിങ്ങളാണ്, ഉദ്ഘാടനം ചെയ്തത് നിങ്ങളാണ്, ഇതെല്ലാം ചെയ്തത് നിങ്ങളാണെന്ന് മീഡിയക്കാർക്ക് അറിഞ്ഞെന്ന് വെച്ചോ, നിങ്ങളുടെ MLA സ്ഥാനം ഇല്ലാതാവും. പിന്നെ പഴയ പോലെ ചോറിന് കയ്യേരി നടക്കേണ്ടി വരും. ആദ്യം എങ്ങനെ കൂട്ടിട്ട് പോ, ആശ്വസിപ്പിക്കാൻ സമയമല്ല. എന്താണ് കുന്തമ്പോലെ നിൽക്കുന്നത്? പോ. നിന്ന് കളിച്ചോണ്ടിരിക്കില്ല. ജനങ്ങളെ, ഈ മീഡിയയിലൂടെ നിങ്ങളെ എല്ലാവരോടും എന്റെ നന്ദിയും ബഹുമാനവും അറിയിക്കുന്നു. ഈ ചാനലുകാരോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. ആ പെണ്ണിനെ തക്ക സമയത്താണ് നിങ്ങൾ ഇടപെട്ട് രക്ഷിച്ചത്. ആ ചെറുപ്പക്കാരൻ മദനെ ആശംസിച്ചേ പറ്റൂ. ഈ സന്ദർഭത്തെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഈ ലോകത്തിന് തന്നെ കാണിച്ചു കൊടുത്ത ഈ ചാനലുകാരെ ഞാൻ മനസ്സുകൊണ്ട് അഭിനന്ദിക്കുകയാണ്. അതുമാത്രമല്ല ജനങ്ങളെ, ഇന്ന് ആ പെണ്ണിനോട് കാണിച്ച അന്യായത്തിന്, ആ ക്രൂരതയ്ക്ക് മെഡിക്കൽ എക്സ്പെൻസ്, വിദ്യാഭ്യാസത്തിനുള്ള ചെലവ്, വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ജോലി വാങ്ങി തരുന്നതിനും ഉള്ള മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും എനിക്ക് അവളോട് ഉണ്ടാകുമെന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഞാൻ സത്യം ചെയ്ത് പറയാണ്. ഹേ മദൻ, അഭിനന്ദനങ്ങൾ. നീ ഈ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയ വിധം സിംപ്ലി സൂപ്പർ. ഒരു റിപ്പോർട്ടർ എന്ന നിലയ്ക്ക് ഞാൻ ഡ്യൂട്ടി ചെയ്തേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ ന്യായം കിട്ടി. ദാറ്റ്സ് ഓൾ. ആക്ച്വലി ഐ ലൈക്ക് യുവർ മൈൻഡ് സെറ്റ്. താങ്ക് യു. ഫ്രണ്ട്സ്? ഓക്കെ, ഫ്രണ്ട്സ്. If you don't mind, 1 cup of coffee? Only 1 cup. നമുക്ക് പോയാലോ? ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്വഭാവത്തിന് നിന്നെ വളരെയധികം ഇഷ്ടമായി. നിന്നെ പോലൊരു ഫ്രണ്ടിനെ കിട്ടിയാൽ ഐ എം സോ ഹാപ്പി രൂപ. നിങ്ങളുടെ ക്യൂട്ടായിട്ടാണ് സംസാരിക്കുന്നത്, അതും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിങ്ങളുടെ വർക്കിംഗ് സ്റ്റൈൽ, ലവ്, അങ്ങനെ എല്ലാം. എന്താ കാണിക്കുന്നത്? അത് രൂപ, ഞാൻ നാളെ പത്തനാപുരത്തേക്ക് പോവാണ്. നീ അങ്ങോട്ട് പോവാൻ പാടില്ല. ശരി ശരി. പത്തനാപുരത്തേക്ക് ഇനി എത്ര ദൂരം പോകേണ്ടി വരും? എന്തിനാ? ജീവനെ നിനക്ക് കൊതിയില്ലേ?
അല്ല അംസേ, ഛേ, ഭരണമില്ലാത്ത MLA പോലെ ആയി ഞാൻ. ചാനലിലും ബഹുമാനമില്ല, വീട്ടിലും ബഹുമാനമില്ല. എന്താ കേക്കുന്നില്ലേ? നീ ഇത് എവിടെ പോയി കിടക്കാ? ഒന്ന് വേഗം വാ. അയ്യോ എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കാണോ? ഇന്ന് രാത്രി മദ്യപിച്ചിട്ട് നിന്റെ കഥയും ചാനലിന്റെ കഥയും ഞാൻ തീർക്കും. നോക്കിക്കോ. നിങ്ങളുടെ കഥ എനിക്കറിയാം. ആദ്യം ചിപ്സ് കഴിക്കാൻ നോക്ക്. എന്താ എന്നെ കണ്ടിട്ട് കോമാളിയെ പോലെ ഉണ്ടോ? ഒരു 2 എണ്ണം അകത്ത് പോയാലുണ്ടല്ലോ. മൂന്നാമത്തെ റൗണ്ടിൽ കിടപ്പാവും. പോയി ഈ കാര്യം ടിവിയിൽ ഇന്റർവ്യൂ കൊടുക്ക്. ഓടി വിടുന്നു പോ. നീ എന്താടി ഇവിടെ തന്നെ നിൽക്കുന്നത്? നിന്റെ കണ്ടിട്ട് പേടിയാവുന്നു. വേണമെങ്കിൽ നിന്റെ കാല് ഞാൻ പിടിക്കാം. ദയവ് ചെയ്ത് നകത്തോട്ട് പോ. ജീവിതം എങ്ങനെ ആയല്ലോ. ഇന്ന് പത്തനാപുരത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയണം. നമ്മുടെ ചാനൽ റേറ്റിംഗ് കൂടണം. മറ്റുള്ള ചാനലുകൾ തലകുത്തി വീഴണം. ഹലോ രൂപ, നീ ആ മദനൊന്ന് വിളിച്ചേ. അതായത് പത്തനാപുരത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പപ്പോ എന്നെ വിളിച്ച് അറിയിക്കണം. എന്താ പത്തനാപുരം എന്ന് പറഞ്ഞാൽ നിനക്ക് തമാശയാണോ? എന്താ നിന്റെ വിചാരം? നീ ആരോടാ സംസാരിക്കുന്നറിയോ? 30 വർഷങ്ങളായിട്ട് ഞാൻ ആ ചാനൽ ഹെഡ്. നിന്നോടാ ലൈനിലുണ്ടോ? ഹലോ രൂപ, രൂപ, ഹലോ രൂപ, ഹലോ രൂപ. വീട്ടിൽ ഇവക്കും ചാനലിൽ അവക്കും എന്നെ പേടിയില്ല. രൂപയോ? നിങ്ങളുടെ മോന്തയ്ക്ക് ഞാനേ കൂടുതലാ, എന്നിട്ടാണോ മറ്റൊരുത്തി? അതേടി, നീ പറഞ്ഞ ശരിയാ. നിന്നെ മാനേജ് ചെയ്യാൻ തന്നെ പറ്റുന്നില്ല. അതിന്റെ അടുക്ക് വേറെ ഒന്നുകൂടെ വേണോ? ഇന്നാ ഇത് പിടിക്കേ. റൂമിലേക്ക് വാ, നിങ്ങൾക്കുള്ളത് തരുന്നുണ്ട്. ഇവള് ആഗ്രഹം തീർന്നിട്ടില്ല. അത്യാഗ്രഹം പിടിച്ച പെണ്ണും അധികം ദേഷ്യപ്പെടുന്ന ആണും നന്നായി ജീവിച്ചിട്ടില്ലെന്ന് ചരിത്രം പറയും. അത് ഞാൻ ഫോളോ ചെയ്യാം. ഒന്നുകൂടെ അടിക്കട്ടെ. മദന് ഒരു കുഴപ്പമുണ്ടാവില്ല. നീ ടെൻഷൻ ആവല്ലേ. മേലെയുണ്ട്, പോയി സംസാരിച്ചിട്ട് വാ. ശരി, നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ പോയി കണ്ടിട്ട് വരാം. ശരി, ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാം. നീ സംസാരിച്ചിട്ട് വാ. എന്താ പറഞ്ഞ? മദൻ നിന്നെ വിളിച്ചില്ലെന്നോ? ഇല്ല, ഒരു ഫോണില്ല, മെസ്സേജ് ഇല്ല. ലാസ്റ്റ് ടൈം ഞാൻ വിളിച്ചപ്പോ അറ്റൻഡ് ചെയ്തില്ല. അപ്പൊ അവൻ എന്നെ ഇഷ്ടമല്ല. ഞാൻ അവനോട് പത്തനാപുരം പോണ്ടാന്ന് പറഞ്ഞതും അവൻ കേട്ടില്ല. ഞാൻ പറഞ്ഞത് കേൾക്കാതെ പോയി. ഞാൻ എത്ര വിഷമിക്കുന്നു. അവന്റെ ഫ്രണ്ട്സ് ആയിരുന്നിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല? ആരാ പറഞ്ഞങ്ങനെ? ആരാ പറഞ്ഞ നിങ്ങൾ ടെൻഷൻ ആയില്ലെന്ന്? അവൻ പത്തനാപുരത്ത് നിന്ന് വരുവോ വരില്ലേ എന്ന് ഓർത്തിട്ട് ഇവൻ കുളിച്ചിട്ട് പോലും ഇല്ല, അറിയോ? ഇവൻ പല്ല് തേക്കുന്നില്ല. ഇവൻ കുടിക്കുന്ന എന്തിനാന്ന് പോലും അറിയാതെ കുടിക്കുക. ആരാ പറഞ്ഞ ഞങ്ങള് സന്തോഷിക്കാന്ന്? എടാ നീ ഒന്നും മിണ്ടാതിരിക്കടാ. ഇത് നോക്ക്, ഞങ്ങള് ട്രൗസർ ഇടാൻ തുടങ്ങിയ സമയം മുതലേ അവൻ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാ. അതുകൊണ്ട് അവൻ എന്തായാലും വരും. ഞങ്ങള് ഞാൻ പറഞ്ഞില്ലേ. നീ ഹാപ്പി ആയിട്ടിരിക്കെ, ഞങ്ങൾ ചെന്നവനെ വിളിച്ചോണ്ട് വരാം. നീ എത്തിയല്ലേ? ഇത്രയും നേരം നീ എവിടെ പോയിരിക്കായിരുന്നു? നീ പോയി, പക്ഷെ ഞങ്ങളായിരുന്നില്ല ഇവിടെ ടെൻഷൻ അടിച്ചോണ്ടിരുന്ന. ശരി, അതൊക്കെ വിട്. രൂപ നിനക്ക് വേണ്ടി അകത്ത് വെയിറ്റ് ചെയ്യുവാ. അവള് മേലിലുണ്ട്. അവർ രണ്ടുപേരും മേളിൽ നിന്ന് സംസാരിക്കട്ടെ. നമുക്ക് രണ്ടുപേർക്കും പുറത്തു പോയി സംസാരിക്കാം. നടക്കണം. അവൻ സംസാരിച്ചിരിക്കട്ടെ. എനിക്ക് നീ ഉണ്ടല്ലോ, പിന്നെന്താ? ഹായ്, വന്നിട്ട് കുറെ നേരമായോ? എന്താ ഞാൻ ഫോൺ ചെയ്യാത്തതിന് ദേഷ്യമാണോ? അവിടെ സിഗ്നൽ പ്രോബ്ലം ആയിരുന്നു. നീ ഒന്നും പറയും വേണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. പത്തനാപുരത്ത് പോകണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? ഞാൻ പറഞ്ഞത് നീ കേട്ടോ? നിനക്ക് എന്തെങ്കിലും ആയോ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? നോക്കേ, എനിക്കൊരു കുഴപ്പമില്ല രൂപ. ഞാനൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് റിപ്പോർട്ടറാണ്. നമ്മുടെ പ്രൊഫഷണൽ ഇത് കോമൺ അല്ലേ? അത് നിനക്ക് അറിയാൻ മേലത്തല്ലോ. എനിക്കറിയാം, അതുകൊണ്ടാ ഞാൻ പേടിക്കുന്നതും. ഇതെന്താ ഇത്? നെറ്റിയിൽ ഒരു മുറിവ്? അതൊന്നുമില്ല രൂപ, ഒരു ചെറിയൊരു ഇൻസിഡന്റ്. വലിയ കാര്യമൊന്നുമില്ല. ഞാനൊരു 5 മിനിറ്റ് ഫ്രഷ് ആയിട്ട് വരാവേ.
നീ എന്തിനാ ഗണ്ണെടുത്തത്? ബാഗിൽ വെക്കേ. എന്താ ഞാനിത് നോക്കാൻ പാടില്ലേ? വെക്കാനല്ല പറഞ്ഞത്. നിനക്ക് അല്പം പോലും കോമൺ സെൻസ് ഇല്ലേ? എന്താ പറഞ്ഞേ? എനിക്ക് കോമൺ സെൻസ് ഇല്ലെന്നോ? ഓക്കെ മദൻ, ഓക്കെ. എടി നിനക്ക് എന്ത് പറ്റി? എന്തിനാ നീ കരയുന്നേ? ഒന്നുമില്ല, വാ നമുക്ക് പോവാം. രൂപ പോട്ടെ, നീ എന്തിനാ പോന്ന്? എടാ എന്താടാ അവര് തമ്മിൽ എന്തുവാടാ എടാ പ്രശ്നം? ഇപ്പഴല്ലേ സംസാരിച്ച് അതിനുള്ളിൽ തെറ്റിപ്പോയോ? ഡാ, മദൻ നീ എന്താ പറഞ്ഞേ? അവള് ദേഷ്യപ്പെട്ടാണല്ലോ പോകുന്നത്. അത് പ്രത്യേകിച്ച് ഒന്നുമില്ലടാ. ഇപ്പൊ ഫീൽ ചെയ്തിട്ട് എന്താ കാര്യം? ചെന്ന് അവളെ വിളിച്ചോണ്ട് വെച്ചല്ലേ? അല്ലെങ്കിൽ എന്റെ ഗേൾഫ്രണ്ടിനോട് വരാൻ പറ. സെറ്റായി അളിയ വന്നേ. നിനക്ക് ഒന്ന് എനിക്ക് ഒന്ന് പാടാ. ഭയങ്കര ബോറ്. എടാ നമുക്ക് വേണ്ടി ആരോ മദ്യം ഒരുക്കി വെച്ചത് കണ്ടോ? വന്നിരിക്കും വന്നിരിക്കും. ഏയ് നോക്കടാ എന്തൊക്കെ ബ്രാൻഡ് ആയിരിക്കുന്നെന്ന്. നിനക്ക് ബീർ വേണോ ഹോട്ട് വേണോ? എനിക്ക് ഹോട്ട് മതിയടാ. ഓക്കെ ഓക്കെ. ആരാടാ ഈ വിളിക്കുന്നത്? ഈ സമയത്ത് ആരാടാ ഫോൺ ചെയ്യുന്നേ? ഹായ് ലതാ, നിന്റെ അനിയത്തിയടാ. ആ ശരി, നീ പോയിക്കോ. ഇതങ്ങ് തീർത്തേക്കാന്നേ. ചെട്ടികുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു മടങ്ങുമ്പോ. ആരാ ഇത്? 5 ഇഞ്ചേ ഉള്ളല്ലോ. കുടിയന്മാരെ, നിങ്ങൾ എത്ര കുടിയന്മാരുണ്ട്? അത് ശരി. എത്ര വലിയ ചെവിയാ? എന്റെ ചെവി വലുതാന്ന് പറഞ്ഞ നിന്റെ ചെവി ഞാൻ മുറിക്കും. ഇതെന്താ ഇത്? എന്താണ് ഇങ്ങനെ നോക്കുന്നേ? പാല് കുടിക്കുന്ന പ്രായത്തിലാണോ മദ്യം കുടിക്കുന്നേ? ഹലോ. എന്താ ഇത്? എന്താടാ നോക്കുന്നേ? ഗ്ലാസ് എടുക്കടാ. ഞാനിത് എടുത്തു. ചിയേഴ്സ് പറയടാ. എന്റെ അമ്മേ, ആരെങ്കിലും ഇത് രക്ഷിക്കേ. എടാ മച്ചു, എന്താടാ എന്തിനാ എന്റെ മൂഡ് കളയുന്നത്? ആ പാവ നോക്കടാ. ആ പാവ കണ്ടില്ലേ? പാവ. അതെ പാവ. എടാ പാവ സംസാരിക്കുന്നുണ്ട്. പാവ സംസാരിക്കുന്നോ? നീ എന്നെ ഒരുപാട് കുടിച്ചോ? വെള്ളടിക്കുന്നുണ്ട്. ഒരു റൗണ്ട് കൂടിയപ്പോഴത്തേക്ക് നീ തറയായല്ലോടാ. എടാ അത് മനുഷ്യന്മാരെ പോലെ വെള്ളടിക്കുക. ഞാൻ അടിച്ചതൊക്കെ ഇറങ്ങി. ഇതാരാ? നിന്റെ ഫ്രണ്ടാ? കരിഞ്ഞു പോയ ട്രാൻസ്ഫോമർ പോലുണ്ട്. നോക്കി നിൽക്കാതെ നീ അത് നോക്ക്, സംസാരിക്കുന്നത് കണ്ടില്ലേ? അങ്ങോട്ട് നോക്ക്. ഇപ്പൊ മനസ്സിലായി നിനക്ക്? നീ മിണ്ടായിരിക്കടാ, ഞാൻ നോക്കിക്കോളാം. കണ്ടോ? നിങ്ങൾ രണ്ടുപേരെ വിളിച്ച് വരാനല്ലേ പറഞ്ഞേ? എടാ നമ്മളെ വിളിക്കുവോ? ഇത് നോക്കടാ, ഒരു പാവ. പതുക്കെ പോയി തൊട്ട് നോക്കാം. പതുക്കെ വാ, ഒച്ച ഉണ്ടാകല്ലേ. ആ പതുക്കെ പതുക്കെ. ഒന്നുകളയോടാ ഞാൻ. തന്നെ ഞാൻ പേടിച്ച് വർത്തിരിക്കുക. മിണ്ടാരിയടാ. പതുക്കെ പതുക്കെ തൊട്. എടാ അത് വെറും ബൊമ്മയാടാ. ബൊമ്മ അടിച്ചതൊക്കെ ഇറക്കി കളഞ്ഞല്ലോ. കണ്ട് നമ്മൾ പേടിച്ചു പോയല്ലോ.
എടാ, ഓടിക്കോടാ. ഇതുവഴി ഓടിക്കോ. ഇങ്ങനെ വാ, ഇങ്ങനെ വാ. ഓടിക്കോ. ഏയ് രൂപ, ഐ എം സോറി. ഞാൻ സോറി പറഞ്ഞില്ലേ? ഓ ഗോഡ്. രൂപ, ഐ എം സോറി. നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഇതിനു മുമ്പ് ഞാൻ ഒന്നിനും വിഷമിച്ചിട്ടില്ല. എന്നാ ഇപ്പൊ വിഷമിക്കുന്നു. കാരണം നീ എന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തു. എന്റെ അമ്മ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, ആരെയും കയറി പെട്ടെന്ന് വിശ്വസിക്കരുതെന്ന്. അതേ മതൻ, ഞാൻ നിന്നെ എത്രത്തോളം വിശ്വസിച്ചു എന്ന് അറിയാമോ? എന്നിട്ട് നീ എന്താ ചെയ്തേ? നിന്റെ ബാഗിലെ ഡയറിയും കണ്ണുവരിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാ. എന്നിട്ട് നീ എന്നോട് നുണ പറഞ്ഞിട്ട് പത്തനാപുരത്ത് പോയത് എന്തിനായിരുന്നു? പോയിട്ട് വന്നില്ലേ? പറയാ, എന്തിനാ എന്നോട് നുണ പറഞ്ഞത്? തെറ്റുപറ്റി മത, എനിക്ക് വലിയ തെറ്റുപറ്റി. രൂപ, നീ എന്നോട് ക്ഷമിക്കേ. നീ എനിക്ക് കുറച്ച് സമയം തരണം. ദേ നോക്ക് രൂപ, പത്തനാപുരത്ത് എന്താ സംഭവിക്കുന്നത് നീ ലോകത്തിന് വേണ്ടി മനസ്സിലാക്കി കൊടുക്കണം. അതാണ് എന്റെ ലക്ഷ്യം. നിന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക? പത്തനാപുരത്ത് നമ്മൾ മാത്രമല്ല, ആ സ്ഥലത്ത് വലിയൊരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആ കാര്യമൊക്കെ പറഞ്ഞ നിനക്കിപ്പോ ഒന്നും മനസ്സിലാവില്ല രൂപ. പത്തനാപുരത്തിന്റെ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാനായിട്ട് നമ്മൾ രണ്ടുപേരും ഒരു മാസം സംസാരിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരു വർഷം സംസാരിച്ചിട്ടുണ്ടോ? നമ്മൾ ആകെ മീറ്റ് ചെയ്ത് ഒരു ദിവസമല്ലേ ഉള്ളൂ. അന്ന് തന്നെ ഇതിനെ പറ്റി സംസാരിക്കണോ? പക്ഷെ ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ നിന്നെ എന്റെ ജീവനായിട്ട് സ്നേഹിക്കുന്നുണ്ട് രൂപ. ഇത് നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് സത്യമാണ്. നീ ഇത്രയും നേരം എന്നോട് ചോദിച്ചത് കൊണ്ട് ഞാൻ ആ രഹസ്യം പറയാം. പത്തനാപുരത്തിന് മുന്നിൽ ഇങ്ങനെ മറിഞ്ഞിരിക്കുന്ന ആ രഹസ്യം ജനങ്ങൾക്ക് മുന്നിൽ മനസ്സിലാക്കി കൊടുക്കുകയാണ് എന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം സാധിക്കാനായി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ്. എന്തിന്? അതിനുവേണ്ടി എന്റെ ജീവൻ പോലും ബലിയർപ്പിക്കാൻ ഞാൻ റെഡിയാണ്. ഒരു റിപ്പോർട്ടർ എന്ന നിലയിൽ എന്റെ കടമയാണിത്. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ദേ നോക്കൂ രൂപ, നീ എന്നെ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഞാൻ എന്റെ മനസ്സിൽ നിന്നെ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ രൂപ, ഈ വിഷയം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. രൂപ, ഞാൻ നിന്നെ ഫോൺ ചെയ്തോളാം. നീ പോയിക്കോളൂ.
ഓടിടാ ഓടിടാ ഓടി അവൻ ബാക്കിൽ വരുന്നേ Hey, you know why I didn't kill you? Boss didn't ask to kill you. That's why you're still alive. So don't cross your limits. Obey his order and don't try to do anything stupid. Nope. Hey, you don't Order. talk. You just listen to me. You do as what I say, or else you're dead. Tomorrow morning, I'm coming and meeting our boss, okay? Don't try to act too smart. ചേട്ടാ, ഇവനാണ് ചേട്ടാ നമ്മുടെ ആളുകളെ അടിച്ചത്. ഇവനാ. ഇവനാണ് നിന്റെ മലേഷ്യൻ ബോസ്? അല്ലടാ, എന്റെ ചേട്ടനാ. എന്റെ ധൈര്യവും ബലവും. എന്റെ ചേട്ടൻ ഡേവിഡ് നിന്റെ കഥ തീർക്കാൻ വേണ്ടി വന്നിരിക്കുക. ഇങ്ങോട്ട് നോക്ക് കാളി, നിന്നെ പോലൊരു ചേട്ടയ്ക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇന്നത്തോടെ നീ തീരോടാ. എത്രയോ ആൾക്കാർ പത്തനംതിട്ടയ്ക്ക് പോയി, പക്ഷെ ഒരാളും തിരിച്ചു വന്നില്ല. ഞാൻ പക്ക പ്ലാനുമായിട്ടാണ് പോയത്. ഒരു പോർല് പോലും പറ്റാതെ തിരിച്ചു വന്നത് കണ്ടില്ലേ? നിങ്ങൾക്ക് ആരെങ്കിലും അടിക്കണമെന്ന് വിചാരിച്ചാലും അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലണമെന്ന് കരുതിയാലും അതിന് ആദ്യം ഈ മദനെ തോൽപ്പിച്ചാലേ സാധിക്കും. അവൻ ഏത് വലിയ കൊമ്പനായാലും ശരി. നോക്കാടാ. എന്താടാ, നാളെ നിന്റെ ബോസിനോട് നേരിട്ട് കാണാമെന്ന് പറഞ്ഞേക്ക്. എന്താണ് ഏട്ടാ, നമ്മുടെ സ്ഥലത്ത് നമ്മളെ തന്നെ അവൻ വരട്ടുന്നോ? എടാ, അവൻ നമ്മുടെ സ്ഥലത്ത് വന്ന് നമ്മളെ പേടിപ്പിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവന്റെ തലയെടുത്ത് മോർച്ചറിയിലേക്ക് അയക്ക്. എത്രയും പെട്ടെന്ന് ചെയ്യ്. അത്ര ദേഷ്യം ഒന്നെങ്കിൽ അവൻ എന്തിനാ വെറുതെ വിട്ടേ? എടാ, ചേട്ടൻ എന്നോട് അവനെ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ അവനെ വിട്ടയച്ചത്. കാണിച്ചു കൊടുക്കാടാ. ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാടാ. രൂപ ശരിക്കും ലക്കിയാണ് കേട്ടോ. അതെ അതെ ശരിയാ. എക്സ്ക്യൂസ് മീ, എന്റെ ബോയ് ഫ്രണ്ടിനെ വീഴ്ത്താൻ നോക്കുകയാണോ നിങ്ങൾ? എന്റെ അമ്മോ, ഞങ്ങളൊന്നും അതിനില്ല. നീ ഞങ്ങളെ വെറുതെ വിടൂ. രൂപ, ഒരു കോൾ ഉണ്ട്. ആരായിരിക്കും? ഹലോ മദൻ? ശ്ശോ. ആ പറയ് മദൻ. ആ, ശരി, ഞാൻ ഇപ്പൊ തന്നെ വരാം. ഇപ്പോഴോ? ഈ സമയത്തോ? നാളെ രാവിലെ പോയാ പോരെ? ഇല്ല, ഈ നേരത്ത് വരാൻ പറയുകയാണെങ്കിൽ അത് ആർക്കറിയാം, ഐ ലവ് യു പറയാനാണെങ്കിലോ? ഏ രൂപ, ഞാനോ കൂടെ വരട്ടെ? ഓക്കെ ഓക്കെ, നീ ഒറ്റയ്ക്ക് പോയിക്കോ. മദൻ, 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 മദൻ,
ആ ആണല്ലോ നീ കുട്ടിച്ചോറാക്കണോടാ. നല്ല സ്ഥലമാണ് കേട്ടോ. പപ്സ് കൊള്ളാല്ലേ? പത്തനാപുരത്ത് കൊലപാതകങ്ങൾ കൂടി വരുന്നുണ്ട്. പത്തനാപുരത്ത് പല വർഷങ്ങളായി ഇങ്ങനെയുള്ള സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു അവസാനം എന്ന് വരുമെന്ന് ആർക്കും എന്താടാ ഇത്? അറിയില്ല. ദിവസം പത്തനാപുരത്തെ കുറിച്ച് ബാഡ് ന്യൂസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. എനിക്ക് തോന്നുന്നത് അവിടെ എന്തോ പ്രശ്നമുണ്ടെന്നാ. അത് തന്നെടാ, ഏത് ചാനൽ തുറന്നാലും പത്മനാപുരത്തിന്റെ വാർത്തകൾ തന്നെയാണ്. നാട്ടുകാർ ഭയന്നിരിക്കുകയാണ്. പത്തനാപുരത്ത് സംശയാസ്പദമായ ഒരു CBI ഓഫീസർ കൊല്ലപ്പെട്ടു. പത്തനാപുരത്ത് ഇടയ്ക്കിടയ്ക്ക് കൊലപാതകം നടക്കുന്നു. കാരണക്കാർ ആരാണ്? അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ പോയ ആളുകൾ തിരിച്ചു വന്നിട്ടില്ല. എന്തുകൊണ്ടാണ്? അവിടെ നടക്കുന്ന കൊലപാതകങ്ങൾ പോലീസുകാരെ കൊണ്ടും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്താണെന്നറിയില്ല, എപ്പോ നോക്കിയാലും ആ നാട്ടില് കൊലപാതകങ്ങളാ. ഞാനിപ്പോ ആ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് സാർ വന്നിരിക്കുന്നത്. ആക്ച്വലി പത്തനാപുരത്ത് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിനക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്യാം. എന്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. സാർ ഇത്രയൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ എന്തിനാ ഭയക്കുന്നത്? ഞാൻ പോയിട്ട് വരട്ടെ. ഓക്കെ. അതെ, നീ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. നീ അവനെ പിടിച്ചു വെച്ചേക്ക്. ശരിയാ? ഓക്കെ. നമസ്കാരം സാർ. നമസ്കാരം. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാമെന്നാ. ഒരു പെണ്ണിനെ കൊന്നുകളഞ്ഞ നിന്നോട് എനിക്കെന്ത് പറയാനാ? ആ കാര്യം തന്നെ സംസാരിക്കാനാണ് ഞാൻ സാറിന്റെ അടുത്ത് വന്നത്. ഇരിക്കേ. താങ്ക് യു സർ. ആക്ച്വലി അന്ന് എന്താ നടന്നെന്ന് വെച്ചാൽ, ഞാൻ തന്നെയാണ് ആ പെണ്ണിനെ നീ ഇതൊക്കെ തുറന്നു പറഞ്ഞതിന് ശേഷം ഞങ്ങളുടെ CBI സപ്പോർട്ട് എപ്പോഴും നിങ്ങൾക്കുണ്ടായിരിക്കും. എന്നാലൊരു കാര്യം, ഞാൻ പറയുന്നത് നീ ചെയ്യണം, നീ പറയുന്നത് ഞാൻ ചെയ്യാം. ഓക്കെ? ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഏയ് മദൻ, വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഐ എം കമ്മിങ്. ഓക്കെ മദൻ, ബൈ. ബൈ സർ. യെസ്. ഒരു പെൺകുട്ടിയെ കൊല ചെയ്തിട്ട് കൊലയാളി റോഡിൽ ഒരു ഭയവുമില്ലാതെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതിന് നിങ്ങൾ എന്താണ് ചെയ്തത് സർ? ഈ പെൺകുട്ടിയും പത്തനാപുരത്താണ് മരിച്ചു കിടന്നെന്നാണോ പറയുന്നത്? അവിടെ പ്രേത പിശാചുകൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നോ കമന്റ്. നമ്മുടെ CBI ചീഫ് നമുക്ക് തരുന്ന മറുപടി ഇതാണ്: ഒരു പെൺകുട്ടിയെ കൊന്ന ഒരുവൻ CBI ഓഫീസിലേക്ക് എന്തിനാണ് വന്നതെന്ന് എത്രയോ പേർ സംശയിക്കുന്നു. ഇതേപറ്റി കൃത്യമായ വിവരണം ഹലോ. എടാ ഞാനാ. നാളെ ഇങ്ങോട്ട് ചേട്ടൻ വരുന്നുണ്ട്. വന്ന് നീ കാണടാ. ഞാനും അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഉറപ്പായിട്ടും വന്ന് കണ്ടിരിക്കും. ഹായ്, എന്റെ പേര് ശ്രുതി. ഞാൻ ബോംബെയില് ന്യൂസ് റിപ്പോർട്ടർ ആയിരുന്നു. നിങ്ങളെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വന്നോണ്ടിരിക്കുമ്പോഴാ അവന്മാർ എന്നെ കിഡ്നാപ്പ് ചെയ്തത്. പക്ഷെ നിങ്ങൾ എന്നെ രക്ഷിച്ചു. ഞാനൊരു ക്ലബ് ഡാൻസർ ഒന്നുമല്ല. എന്നെ പറ്റിയെല്ലാം അറിഞ്ഞിട്ടാണോ വന്നത്? ഞാൻ ബോംബെയിൽ ഒരുപാട് റിപ്പോർട്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളെ പോലെ ഗട്സ് ഉള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഹാറ്റ്സ് ഓഫ് ടു യു. നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് പത്തനാപുരം കാണണം. പത്തനാപുരം കാണണമെന്ന് ആഗ്രഹിക്കുന്നത് നിന്റെ ജീവൻ ആപത്താണ്. എനിക്ക് എന്റെ ലൈഫിനേക്കാളും എന്റെ ആംബിഷനാണ് ഏറ്റവും വലുത്. എന്റെ ഈ ആംബിഷന് വേണ്ടി ഞാൻ എന്റെ ജീവൻ കൊടുക്കാനും തയ്യാറാ. ഞാൻ നിങ്ങളുടെ കൂടെ പത്തനാപുരത്തേക്ക് വരാം. ശരി, നാളെ തന്നെ പോവാം. പോകുന്നതിന് മുമ്പ് നല്ലപോലെ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ആലോചിക്കേ. താങ്ക് യു വെരി മച്ച്.
നിങ്ങൾക്ക് നല്ല റൊമാൻറ്റിക് ആംഗിൾ ഉണ്ട്. യു ലുക്ക് സോ ക്യൂട്ട്. ഹായ് മദൻ. ഹലോ സർ. ഹായ് ചോക്ലേറ്റ്. ഹായ് സർ. പത്തനാപുരത്തിലേക്ക് പോയ മരണം നമ്മളെ തേടി വരും. അവിടേക്ക് പോകാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞോ? എല്ലാം റെഡിയാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവനോടൊപ്പം എന്റെ ജീവനങ്ങ് പോവും. എല്ലാം റെഡിയാണ്. ഐ ലൈക്ക് ഇറ്റ്. മിടുക്കനല്ലേ? ഒരു മിനിറ്റ് തിരുമേനി. എനിക്കും താങ്ക് യു. ഞാൻ പറയുന്ന എന്തുട്ടാന്ന് വെച്ചാ ഈ ഏലസ് ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഊരിപ്പോരരുത്. അങ്ങനെ ഊരിപ്പോയാൽ നിങ്ങളുടെ ജീവനത്തിന് അത് ആപത്താണ് കേട്ടാ. ചിലപ്പോ ഈ ഏലസ് കളഞ്ഞു പോയാ നിങ്ങളുടെ ജീവൻ ആരെ കൊണ്ട് രക്ഷിക്കാൻ പറ്റില്ല. നോക്കിയും കണ്ടൊക്കെ പത്തിനാപുരത്തേക്ക് പോണം കേട്ടോ. നന്ദി ഗുരു. എന്നാ പോവല്ലേ? പോകാം. പക്ഷെ നമ്മളല്ലാതെ വേറെ ആരും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അവരോടെല്ലാം പോകാൻ പറയൂ. ഡാ നിങ്ങളൊക്കെ പോയിക്കോ. അവര് പോയി. വരൂ. ഓക്കെ വരൂ പോകാം. ഇവിടെ നിന്ന് കുറച്ചു ദൂരം കൂടി പോയാൽ ഒരു വലിയ മല വരും. അവിടെ നിന്നും വളരെ ശ്രദ്ധിച്ചാണ് പോകേണ്ടത്. ഓക്കെ ഓക്കെ. ടോട്ടൽ ഫോറസ്റ്റ്, നോ ഹൗസസ്. എന്ത് പറയുന്നു കാളി? ഇനി എത്ര ദൂരം പോണം? ഹേയ് കാളി, എന്തിനാ ധൃതി വയ്ക്കുന്നേ? ക്ഷമ. ദാ കാണുന്ന മലയില്ലേ, ആ മലയും കടന്നു. ആ മലയോ? അതെ. ഓക്കെ കം ഓൺ. അയ്യോ പാമ്പ് 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 പാമ്പ്. ഈ ചെറിയ പാമ്പിനെ കണ്ടിട്ടാണോ ഇങ്ങനെ പേടിക്കുന്നത്? പാനക്കൊണ്ടനെ കണ്ടാ നീ തട്ടിപ്പോവല്ലോ. പേടിപ്പിച്ച എന്താ ചെയ്യാ? വെറുതെ പട്ടിയെ പോലെ പുറകെ വരികയല്ലേ. അല്ല എന്നെ കൂടെ കൂട്ടിട്ട് പോ. ഇനിയും എത്ര ദൂരം നടക്കേണ്ടി വരും? അല്ല സാറേ, എനിക്ക് എന്തെങ്കിലും ഇവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഭാര്യയുടെ കാര്യം ആര് നോക്കും സാറേ? എനിക്കാണെങ്കിൽ ഒരേ ഒരു ഭാര്യയേ ഉള്ളൂ. കണ്ടപ്പോട്ട് അവന് പേടി കുടുങ്ങിയെന്ന് തോന്നുന്നു. പേടിയെന്നാ? ഇവിടെ എന്താ അപ്പോളോ ഹോസ്പിറ്റലും GH ഹോസ്പിറ്റലും പടുത്തു വെച്ചിട്ടുണ്ടാ? നിങ്ങൾക്ക് എന്താ ഓരോരുത്തർക്കും ഈ 2 ഭാര്യമാര് വെച്ചില്ലേ? എനിക്ക് അങ്ങനെ ആരുണ്ട്? എനിക്കുള്ളത് ഒരേ ഒരു ഭാര്യ. എനിക്ക് എന്തെങ്കിലും ഇവിടെ സംഭവിച്ച അവക്കാരാ ഉള്ളേ. പാവാന്നും പറഞ്ഞ് എത്ര ദൂരം വലിച്ചോട്ട് പോണെന്ന് എനിക്കറിയില്ല. അടുത്ത 20 കിലോമീറ്റർ ഉള്ളൂ. വാടാ. 20 കിലോമീറ്റർ എത്ര അടുത്താണെന്നാ? ഈ വഴി കൂടി പോയി നോക്ക്, പെട്ടെന്ന് എത്താം. നിങ്ങളുടെ കയ്യിലുള്ള കാശിന് നാട് മുഴുവൻ വിലയ്ക്ക് വാങ്ങാം. പിന്നെ ബാക്കിയുള്ള കാശിന് വിദേശികൾക്ക് പലിശയ്ക്കും കൊടുക്കാം. 6 രൂപ പലിശ കിട്ടിയാലും നമുക്ക് അടിച്ചു പൊളിക്കാം ഇവിടെ. അമ്മ അതിന് സ്വത്താണ് നിങ്ങളുടെ കയ്യിലുള്ളത്. എന്നെ എന്തിനാ സാറേ ഇങ്ങനെ കാട് കയറ്റണേ? ഈ പത്തനാപുരം, പത്തനംതിട്ട, ആറ്റിങ്കലൊക്കെ എന്തിനാ സാറേ നമുക്ക്? ഒറ്റ വാക്ക് പറ സാർ, നമുക്ക് എല്ലാവർക്കും ട്രെയിൻ പിടിച്ച് നാട്ടിലേക്ക് പോവാം. എന്താ തിരിച്ചു പോകുന്നു? അത് സാറേ പോവാന്ന് പറയുന്നത് നല്ല മനുഷ്യൻ. എനിക്ക് തോന്നി ഇവന് പാമ്പിനെ കണ്ടപ്പോ തൊട്ട് തലയ്ക്ക് പോകുന്നില്ലേ? ഞാനിങ്ങനെ നിങ്ങളോട് വന്ന എന്റെ ഭാര്യ കളർ സാരി ഉടുക്കില്ല, ഇനി വെള്ള സാരിയെ ഉടുക്കൂ. പേടിക്കണ്ടോ, ഞാൻ നോക്കിക്കോളാം. അല്ല സാറേ, ഞാൻ പൊക്കോട്ടെ സാറേ. നീ ആദ്യം മിണ്ടാതെ വരുന്നുണ്ടോ? വരാൻ. സാറേ, ഈ മലകയറ്റം ഉണ്ടല്ലോ, എവറസ്റ്റ് കൊടുമുടി കയറണ പോലെ തന്നെ ഉണ്ട് സാർ. പക്ഷെ എന്റെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ട് സാർ. അത് ഞാനൊന്ന് ചോദിച്ചോട്ടെ? ചോദിക്കേ. പക്ഷെ വേണ്ടാത്ത ചോദ്യം ചോദിച്ചാ ഈ മലയെന്നെടുത്ത് താഴെ കളയും ഞാൻ. അയ്യോ, എന്നാ ചോദിക്കണില്ല. ചേട്ടൻ ചോദിക്കുന്നുണ്ടല്ലേ, മറുപടി പറയണ. ഇയാളെന്തിനാ എന്നെ പേടിപ്പിക്കണ? അവനെ പേടിപ്പിക്കുന്നത്. എന്റെ സാറേ, ഈ സ്ഥലത്ത് ഭൂമി പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിത്തെറിച്ച വല്ല ഭൂകമ്പം മറ്റോ വന്നാ ഈ മദനും ചോക്ലേറ്റും ഭൂമിയുടെ അകത്തേക്ക് പോയെന്നങ്ങ് വെച്ചോ, ഈ മലയും കാടും ഒക്കെ ഭൂമിക്കകത്തേക്ക് മാണ്ടു പോയെന്ന് വെച്ചോ, എന്തിനാ ഈ നിൽക്കുന്ന നിങ്ങൾ പോലും 2ആയിട്ട് പൊട്ടി തകർന്നു വെച്ചോ, മാത്രം ഒരു ജീവനോടെ ഉണ്ടാവും. അതെങ്ങനെ ഉണ്ടാവും സാറേ? എടാ, എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ചേട്ടന്റെ അടിമേടിക്കുന്നേ? വായടച്ച് മിണ്ടാതിരിക്കേ. എന്റെ സാറേ, സത്യമായിട്ട് അങ്ങനെ സംഭവിച്ചെങ്ങനെ? അങ്ങനെ എങ്ങാനും സംഭവിച്ചാലുണ്ടല്ലോ, ചേട്ടന്റെ കൈ കൊണ്ടാ നിന്റെ മരണം. അല്ല സാറേ, ഒരക്ഷരം വേണ്ടിയ കൊന്നുകളയും. അതൻ പോ സർ, കുറെ കൂടി പോകാൻ. അയ്യോ
എന്തോരം നടക്കും മലയാള നടക്കൂട്ട്. ഇങ്ങോട്ട് നോക്കൂ സാർ, നമ്മളിപ്പോ പത്തനാപുരത്തിന്റെ അതിർത്തി കടന്നു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ. എന്ത് സഹായം വേണമെങ്കിലും ഉറപ്പായിട്ടും ചെയ്തു തരും. ചോദിക്കാം. നിന്റെ സഹായം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണം. ഈ സ്ഥലം ആരുടെ സങ്കല്പത്തിലും ആരുടെ ആലോചനയിലും ആരും പ്രതീക്ഷിക്കാത്ത ഒരു മഹാസാമ്രാജ്യമാണ്. അതാണ് ഈ പത്തനാപുരം. 300 വർഷങ്ങൾക്ക് മുൻപ് സകല സൗഭാഗ്യങ്ങളോടുകൂടി സന്തോഷത്തോടുകൂടി ഭരണം നടത്തിക്കൊണ്ടിരുന്ന വിജയ വീരേന്ദ്രവർമ്മയുടെ സാമ്രാജ്യത്തിൽ എന്നും ഐശ്വര്യങ്ങൾ നിറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് 2 ആൺമക്കൾ. മൂത്തവൻ ധൂമകേതുവർമ്മൻ. ഭൂതപ്രേത പിശാചുകൾക്ക് ദിവസവും ദുഷ്ടപൂജ നടത്തുന്നവനായിരുന്നു അവൻ. മഹാകാളി, ഈ ലോകം മുഴുവനും എന്റെ കാലിനടിയിൽ ചരണമടയണം. ഈ രാജ്യത്തുള്ള എല്ലാ സ്ത്രീകളും എന്റേതാണ്. രാജ്യത്തിലുള്ള സ്ത്രീകളെയെല്ലാം അനുഭവിച്ച് രാജ്യത്തിന്റെയും പിതാവിന്റെയും സൽപ്പേരിന് കളങ്കമുണ്ടാക്കി. തന്റെ രാജ്യത്ത് സന്തോഷം മാത്രമുണ്ടാകണമെന്ന് കരുതിയ വിജയേന്ദ്രവർമ്മയ്ക്ക് ദിനംപ്രതി തന്റെ മക്കളുടെ ദുശ്ശീലം കണ്ട് സമാധാനം നഷ്ടപ്പെട്ടു. തന്റെ കാലശേഷം ഈ രാജ്യം ഭരിക്കുവാൻ യോഗ്യരായ പുത്രന്മാരില്ലല്ലോ എന്ന് അദ്ദേഹം വിഷമിച്ചു. ഇദ്ദേഹം സുമിത്രൻ, ഈ രാജ്യത്തിന്റെ രാജഗുരു. രാജഗുരുവിന് നമസ്കാരം. നമസ്കാരം മഹാരാജാവേ. അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞു. മഹാരാജാവേ, അങ്ങയുടെ വിഷമത്തിനുള്ള കാരണം? അത് തീർച്ചയായും പറയാം. ഗുരുവേ, എന്റെ 2 മക്കളെ പറ്റി ഞാൻ വളരെയധികം ആലോചിച്ചതാണ്. രാജ്യത്തെ രക്ഷിക്കാൻ വളരെയധികം വിഷമിക്കുകയാണ്. ഈ രാജ്യം ഭരിക്കുന്ന പ്രഗത്ഭനായ രാജാവായ അങ്ങേക്ക് ഭയമോ? എനിക്ക് ശേഷം ഈ രാജ്യം ഭരിക്കേണ്ടത് ആരാണെന്നുള്ള കുഴപ്പത്തിലാണ്. അതിനെക്കുറിച്ച് ഓർത്ത് താങ്കൾ വിഷമിക്കേണ്ട കാര്യമില്ല. അതിനുള്ള ഉത്തരം അങ്ങേക്ക് വേഗം കിട്ടും. ആ രാജഗുരുവിന് 2 പുത്രികളായിരുന്നു. മൂത്തവളുടെ പേര് കൗശിക് ദേവി. സൈന്യത്തെ നയിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നതിൽ അവൾ സമർത്ഥയാണ് മഹാരാജാവേ. അത് എനിക്കും അറിയാവുന്ന വിവരമാണ് ഗുരുവേ. മഹാരാജാവേ, അതോർത്ത് താങ്കൾ വിഷമിക്കേണ്ട കാര്യമില്ല. എന്റെ ഇളയ മകൾ ദൈവാംശമുള്ളവളാണ്. ഇളയവളുടെ പേര് ചാണക്യ ദേവി. ഈ 2 പുത്രിമാരും ആയോധന കലകളിൽ പ്രാവീണ്യം നേടി രാജഭരണത്തിലും പിതാവിന് സംരക്ഷകരായിരുന്നു. രാജഗുരുവിന്റെ മക്കളെ പറ്റി മനസ്സിലാക്കിയ മഹാരാജാവ് തന്റെ രാജ്യത്തെ രാജഗുരുവിന്റെ പെൺമക്കൾക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു. താങ്കളുടെ 2 മക്കളും എവിടെയാണുള്ളത്? എന്നേക്കാൾ വളരെയധികം സൗന്ദര്യവതിയാണ് എന്റെ അനിയത്തി. നിന്നെ കണ്ടാൽ ആരും മയങ്ങിപ്പോകും. അങ്ങനെയാണോ? നീ മഞ്ഞത്തുള്ളി പോലെയുള്ളവളാണ്. എന്നെക്കാളും സൗന്ദര്യമുള്ളവൾ. നിന്റെ അഴകിന് അതിരില്ല. നീ അപ്സരസിനെ പോലെയുള്ളവളാണ്. സത്യമാണോ? അതെ. ഇന്ന് നിന്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നുന്നു. നിന്റെ ഈ ചിന്തകൾ എന്നെ വരിക്കാനെത്തുന്ന രാജകുമാരനെ കുറിച്ചോ അതോ നിനക്കായി എത്തുന്ന രാജകുമാരനെ കുറിച്ചോ? പറയൂ. സഹോദര, ഈ രാജ്യം നമുക്ക് കിട്ടാതാക്കിയ എല്ലാ ജനങ്ങളെയും അമാവാസിയുടെ അന്ന് കാളിക്ക് ബലി കൊടുത്തേക്കണം. നശിപ്പിക്ക്, എല്ലാത്തിനെയും നശിപ്പിക്ക്. പുറപ്പെട്. നമ്മുടെ രാജ്യഭരണം നമുക്ക് കിട്ടാതാക്കിയ ആ ദ്രോഹിയെ അവന് പിന്താങ്ങിയ അത്രയും പേരെയും നശിപ്പിക്കേ. ഈ ജന്മത്തിൽ പിതാവിനെ കൊന്ന മകൻ ഞാനാണെന്ന് ചരിത്രം എന്നെ കുറിച്ച് മാത്രമേ പ്രതിപാദിക്കൂ. ഈ രാജ്യം എന്റേതാണ്. ഇവിടുത്തെ സർവ്വതും എന്റേത് മാത്രം. എടാ രാക്ഷസ, സ്വന്തം പിതാവിനെ കൊന്നവനെ നീ നശിക്കാനാണ് പോകുന്നത്. ഇതാണ് എന്റെ ശാപം. നീ അത് അനുഭവിക്കും.
നീയൊക്കെ രാജഗുരുവാണോടാ? നിന്റെ പെൺമക്കൾ ഇവിടുത്തെ സമ്പത്ത് കാത്തു സൂക്ഷിക്കാൻ പോകുന്നു. വൃദ്ധനായ വിഡ്ഢി. അമ്മേ അമ്മേ റാണി കൗശിക ദേവി ഞങ്ങളെ രക്ഷിക്കണേ. ദേവി അമ്മേ ഞങ്ങളെ രക്ഷിക്കണേ, ഇവരിൽ നിന്ന് രക്ഷിക്കണേ. മഹാരാജാവിന്റെ ഇളയ മകൻ രാജ്യത്തെ നശിപ്പിക്കുന്നു ദേവി, രക്ഷിക്കൂ ദേവി. അവിടുത്തെ പിതാവിനെ വരെ. പിതാവിനെയോ? എന്ത് സംഭവിച്ചു പിതാവിന്? അവിടുത്തെ പിതാവിനെ വരെ ആ അസുരൻ വകവരുത്തി ദേവി. ഇപ്പൊ ദേവി വന്നില്ലെങ്കിൽ നമ്മുടെ രാജ്യം തന്നെ ശ്മശാനമായി മാറും. രാമയ്യ, താങ്കൾ ഇവിടെ തന്നെ നിൽക്കൂ. മറ്റുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. ഇക്കാര്യം സഹോദരിയെ അറിയിക്കരുത്. അവനോട് എന്റെ വാൾ ഉത്തരം പറയും. മഹേന്ദ്രവർമ്മ, എന്താ നിന്റെ അനിയത്തിയെ പ്രതീക്ഷിച്ചപ്പോൾ നീ വന്നിരിക്കുന്നു? എന്റെ സഹോദരി എന്തിനാടാ? ഞാൻ പോരെ നിനക്ക്? ഇപ്പൊ നീയാണെങ്കിലും എനിക്ക് മതിയടി. നിന്റെ വാൾപ്പയറ്റിനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പിന്നെ പക്ഷെ ഇപ്പോഴാണ് നേരിൽ കാണുന്നത്. കണ്ടു വീണ് കിടക്കുന്ന ഈ ശവങ്ങൾ. ഇത്ര ജീവനെടുത്ത എന്റെ ഈ വാൾ നിന്റെ അനിയത്തിക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. എന്റെ ഈ വാളിൽ പുരണ്ട രക്തം ഉണങ്ങുന്നതിന് മുൻപ് നിന്റെ അനിയത്തിയെ ഇല്ലാതാക്കാനായി അവളെയും പ്രതീക്ഷിച്ചാണടി ഞാൻ ആവേശത്തോടെ ഇവിടെ നിൽക്കുന്നത്. രക്തവെറി പോണ്ട കാമാന്തനായ നിന്നെ കൊല്ലാതെ പോകില്ല ഞാൻ. ഞാൻ ലക്ഷ്യമിടുന്നത് നിന്റെ അനിയത്തി ചാണക്യ ദേവിയെയാണ്. നിന്റെ മൃദുലമായ ശരീരം കാണുമ്പോൾ എനിക്കുള്ളിൽ എന്തൊക്കെയോ ആകുന്നു. പോ ഋഷിക, സിക, സിക, കൗശിക, ചേർന്ന് നിന്റെ അനിയത്തി അയക്കടി. പോ. നിന്റെ ശ്വാസം തട്ടുമ്പോൾ എന്റെ ശരീരമാകെ ചൂടാകുന്നു. വാള് പിടിച്ച നിന്റെ മൃദുലമായ കയ്യിൽ ഉമ്മ വയ്ക്കാനാണ് തോന്നുന്നത്. എന്റെ അന്തപുരത്തിൽ വസിക്കേണ്ട നീ യുദ്ധക്കളത്തിലേക്ക് എത്തിയോ? നിന്നെ പോലെ ഞാനും ഭീരുവാണെന്ന് വിചാരിച്ചോ? ആരെവിടെ? പ്രഭു,
നീ എവിടെയാണ് ചാണക്യ മഹാദേവി? സഹോദരി, സഹോദരി, സഹോദരി. വാടി ഋസിക സിക സിക കൗസിക, കണ്ടോടി നിന്റെ ജ്യേഷ്ഠത്തിയെ. ഋസിക സിക രസിക. ഋസിക സിക രസിക. നിർത്തൂ. പാടിപ്പുറത്തേക്ക്. ഈ രാജ്യം തന്നെ നിന്റെ കയ്യിലാണെന്ന് വിചാരിച്ച് എന്തൊക്കെ കാണിച്ചു. എടി ചാണക്യ ദേവി, ഇന്ന് എന്റെ മുൻപിൽ നിൽക്കാൻ വേണ്ടി ഇത്രയും പേടിച്ച് ഓടി ഒളിച്ച് കളിക്കുകയാണോടി? ഋസിക സിക സിക കൗസിക, പുറത്തേക്ക് വാടി.
എടേ, നിന്റെ ചേച്ചിയുടെ രക്തം കണ്ടപ്പോ പേടിച്ചു പോയോ? എന്റെ മുൻപിൽ വന്ന് നിക്കടേ. നിന്റെ അന്ത്യത്തെ ഇന്നലെ ഞങ്ങളുടെ രാജ്യത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞതാണ്. എല്ലാവരും അതിനായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നാണ് നിന്റെ അവസാനം. മഹേന്ദ്ര, ആരാണ് എന്റെ അനിയെ ഇത്രയും ക്രൂരമായി വധിച്ചത്? ആ പഞ്ചഭൂതങ്ങളെ സാക്ഷി നിർത്തി പറയുകയാണ്, എന്റെ അനിയനെ കൊന്ന ആ ചാണക്യ ദേവിയെ തേടിപ്പിടിച്ച് വധിച്ചിരിക്കും. എന്റെ അനിയനെയാണോ കൊന്നത്? നിങ്ങൾ എല്ലാവരെയും നശിപ്പിക്കാതെ ഞാൻ വിടില്ല. നശിപ്പിച്ചിരിക്കും, സർവത്തെയും നശിപ്പിച്ചിരിക്കും. ഈ രാജ്യം മുഴുവനും ഞാൻ നശിപ്പിക്കും. ഒരുത്തിനെയും ഞാൻ ജീവനോടെ വിടില്ല. അമ്മേ ചാണക്യദേവി ശരണം ശരണം. ആ അമ്മ ജനിച്ച നക്ഷത്രത്തിൽ പിറന്ന ദേവിയാണ് അമ്മേ നീ. ആ അയോഗ്യനെ നശിപ്പിക്കാനുള്ള ശക്തി സാക്ഷാൽ ദേവിയുടെ ലക്ഷത്തിൽ ജനിച്ച അമ്മയ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. ദേവി, ഞങ്ങളെല്ലാം രക്ഷിക്കണം അമ്മേ, ഞങ്ങളെല്ലാം രക്ഷിക്കണം. ആ രാക്ഷസൻ രാജ്യത്തെ മൊത്തം നശിപ്പിക്കുന്നു അമ്മേ. ഈ നേരത്തെ അമ്മ സമാധാനമായി നിൽക്കുന്ന ഞങ്ങൾക്ക് സങ്കടമാണ് അമ്മേ. അമ്മേ ചാണക്യദേവി, ഞങ്ങളെ രക്ഷിക്കൂ. നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് ആരും രക്ഷയില്ല. ഞങ്ങളെ സങ്കടത്തിൽ നിന്ന് രക്ഷിക്കൂ ദേവി, ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ ദേവി. ഓം ജാതവേദസേ സുനവാമസോമമരാതി യതോ നിദഹാതി വേദഃ സനഃ പർവതി ദുർഗാണി വിശ്വാനാമേവ സിന്ധും ജഗ്നിഃ താമഗ്നിവർണ്ണാം തപസാജ്വലന്തീം വൈരോചനീം കർമ്മഫലേഷു ദുഷ്ടാം ദുർഗാം ദേവീകും ശരണമഹം പ്രപദ്യേ സുതരസിതലേ നമഃ. അഗ്നേ ത്വം പാരയാനവ്യോ അസ്മാൻ സ്വസ്തി വിരതി ദുർഗാണി വിശ്വാ കോശ പൃഥിവീ ബഹുലാന ഉർവീ ഭവാതോകായതനയായ സംയോഃ വിശ്വാനി നോ ദുർഗഃ ജാതവേദഃ സിന്ധുന്നനാവാ ദുരിതാദിപരിഷി. അഗ്നേ അത്രിവൻ മനസാ ഗൃഹാണോऽസ്മാകं ബോധ്യമിതാ തനൂനാ മൃതനാജിതകും സഹമാനമുഗ്രമഗ്നികും ഹ്യമേവ പരമാർത്ഥതസ്താത് സനഃ പർവതി ദുർഗാണി വിശ്വാക്ഷാമദ്ദേവോദിതാജ്ഞിഃ പ്രജ്ഞോജികമേഢ്യോദ്ഭവേഷു സനാശ്ച ഹോതാനം യച്ഛദത്സി സ്വാഞ്ജാഗ്നേ ധനവം വിപ്രയസ്വാസ്മഭ്യം ച സൗഭഗമാദിജസ്വ സോഭിർജുഷ്ടമൈജോ നിഷിക്തം തവേന്ദ്രോ വിഷ്ണോരണസഞ്ചരേമ. കാത്യായനായ വിദ്മഹേ കന്യകുമാരി ധീമഹി തന്നോ ദുർഗഃ പ്രചോദയാത്.
എന്തൊരു സൗന്ദര്യം! എനിക്ക് വേണ്ടി ജനിച്ചവളെ പോലെയുണ്ട്. ഇവളെ അനുഭവിച്ചാൽ മരണം പോലെ എന്നെ അടുക്കില്ല. അതുകൊണ്ട് ഇവളെ ഞാൻ അനുഭവിക്കാൻ പോവുകയാണ്. എന്തൊരു അഴക്! मह्यन्नमन्दां प्रवियश्चरस्रस्त्वयाध्यक्षेण प्रतनादयेम मम देवाभिहवे सन्तदर्वरिन्द्रामन्तो मरुतो विष्णुरग्निः ममान्तरिक्षमुरुगोपवस्तु मह्यं वादं कामे अस्मिन् मयि देवा द्रविणमालिदन्तां मय्यालीरस्तु मयि देवहोतारामनिरुद्धपूर्वेरिष्टास्याम तरुवाद्वीराः मह्यं यजन्तु मम यानि रम्याकोदिः सत्यामृतलसोमे अस्तु. എവിടെ പോയി നിങ്ങളൊക്കെ? വേഗം വരേ. നിങ്ങളുടെ സാമർഥ്യം കാണിക്കാനുള്ള സമയം എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ആത്മാവിന്റെ ശക്തി എനിക്ക് വേണം. ഉടയ്ക്കൂ, ഈ കലം ഉടയ്ക്കൂ. എനിക്ക് മോചനം വേണം. എനിക്ക് മോചനം വേണം. ഉടയ്ക്കൂ വേഗം, ഈ കലം ഉടയ്ക്കൂ. എടീ ചാണക്യ, ധൂമകേതു വരുന്നുണ്ട്. ചാണക്യദേവി, നിന്നോട് പ്രതികാരം ചെയ്യും. നിന്നെ പ്രതികാരം ചെയ്യുമ്പോ നിനക്ക് വേദനിക്കുന്നു അല്ലേ? നരകം, നിനക്ക് നരകം തന്നെടി. നിന്റെ അഴക് കാണിച്ച് എന്നെ മയക്കി എന്നെ സർവനാശം ചെയ്തില്ലേടി. എടീ, സർവശക്തി ഉണ്ടായിരുന്ന എന്റെ രുദ്രാക്ഷം എന്നെ വിട്ട് അകറ്റില്ലേടി ചാണക്യേ. ചാകടി, നിന്നെ ഇന്ന് കൊല്ലാതെ ഞാൻ വിടില്ലടി ചാണക്യേ. നിന്നെ അണുവണുവായി വധിക്കാതെ ഞാൻ വിടില്ലടി. നിന്നെ ഇന്ന് മുഴുവനുമായി തീർക്കാതെ ഞാൻ വിടില്ലടി. ചാണക്യേ, നിക്കടി. പുറത്തുവാടി. നിന്നെ എന്നിൽ നിന്ന് ഒരു ശക്തിക്കും രക്ഷിക്കാനാകില്ലടി. പുറത്തുവാടി. ആ ശിവൻ തന്നെ നേരിട്ട് വന്നാലും ഈ ധൂമകേതുവിന്റെ ആത്മാവിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ പറ്റില്ലടി. വാടി. മരണമില്ലാത്ത വരം വാങ്ങി വന്ന ഈ ധൂമകേതുവിന്റെ ആത്മാവിനെ ഒരു ശക്തിയെ കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല.
ശക്തി എനിക്ക് കിട്ടിയാൽ ഈ ലോകത്തിൽ ആർക്കും തന്നെ എന്നെ ജയിക്കാൻ സാധിക്കില്ല. സോ ആ ശക്തി ഇപ്പോഴെനിക്ക് വേണം. നിങ്ങൾ ആവശ്യപ്പെട്ട ശക്തി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു പോയാൽ അത് കിട്ടുകയില്ല. ഇവിടെ നിന്ന് എല്ലാവരും വേറെ വേറെ പോണം. ബാക്കി പറ. കാളിയോട് ആ വശത്തേക്ക് പോകാൻ പറയൂ. എടാ എന്താടാ പറയുന്നത്? ചേട്ടാ ഞാൻ നിങ്ങളെ വിട്ടിട്ട് പോകുന്ന പ്രശ്നമില്ല. പോടാ ചേട്ടാ. ഞാനല്ലേ പറയുന്നേ, പോടാ പോ. ചേട്ടനുണ്ടല്ലോ എന്തെങ്കിലും സംഭവിച്ചാ പോടാ. ഇനി ഞാനോ? നിങ്ങൾ ഈ വശത്തേക്ക് പോകും. ഇങ്ങോട്ടോ? പിന്നെ ഈ ചോക്ലേറ്റ് ഞാൻ മദന്റെ കൂടെ പോവാ. ഓക്കെ. അപ്പൊ ഞാൻ നാട്ടിൽ പോക്കോട്ടെ സാർ. നിനക്ക് ഞാനില്ലടാ. അല്ല സാറ് വേണം, ഞാൻ ലീവ് എടുത്തിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് വരാം. അല്ല ശരി വാ. അല്ല സാറ്, നമ്മൾ ഇത്രയും നേരം മുകളിലേക്ക് കയറുന്നു, ഇപ്പൊ എന്താ താഴോട്ട് ഇറങ്ങണേ? വീട്ടിലേക്ക് പോവാണോ? എന്നെ ഒന്ന് ഒഴിവാക്കൂ സാറേ, ഞാൻ ഇവിടുന്ന് പൊക്കോളാമേ. എന്നെ വീട് സാറേ, എനിക്ക് സാറിന്റെ പണിയേ വേണ്ട. ഒന്നും പറ്റില്ലടാ, ഞാനുണ്ടല്ലോ. ഒന്നും എനിക്ക് സാറിന്റെ ഈ കൃഷി വേണ്ട. എനിക്ക് ഈ കാശ് വേണ്ടി ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം സാറേ, പറഞ്ഞേക്ക്. എന്താ ചെയ്യാ? അയ്യോ അമ്മച്ചേ, അമ്മച്ചേ, അയ്യോ ഇത് എവിടേക്കാ വന്ന് പെട്ടിരിക്കണ? വഴി എവിടെയാ? തിരിച്ച് അവന്മാരുടെ മുമ്പിൽ ചെന്ന് പെടാതിരുന്നാ മതി. അയ്യോ ഒരു രീതിയിൽ ഇവിടെ വരെ എത്തി. ദൈവമേ, അല്ല എന്തോ ഒരു ശബ്ദം കേൾക്കണുണ്ടല്ലോ. അയ്യോ അയ്യോ ഇവിടെ വന്ന് പെട്ടുപോയല്ലോ. എന്നെ വിളിച്ചോ? വാ. മദൻ, നിക്ക്. ഇതാണോ പത്തനാപുരം?
മദൻ ഏയ് മദൻ മദൻ നിക്ക് ഏയ് മദൻ എന്നെന്തിനാണ് അടിക്കുന്നത്? നിനക്കെന്താ ഭ്രാന്തുണ്ടോ? എന്നെ വിടറാ. എടാ എന്നെ വിടാനാ പറഞ്ഞു. വിടാ. എടാ എടാ വിടാൻ. എടാ നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. നിനക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്യാം. എന്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകും. താങ്ക് യു വെരി മച്ച് സാർ. സാർ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇതിനെ പേടിക്കുന്നത്. പോയിട്ട് വരാം സാർ. ഓക്കെ. ഞങ്ങളുടെ CBI സപ്പോർട്ട് എപ്പോഴും നിങ്ങൾക്കുണ്ടായിരുന്നു. എന്നാലൊരു കാര്യം, ഞാൻ പറയുന്നത് നീ ചെയ്യണം, നീ പറയുന്നത് ഞാൻ ചെയ്യാം. ഓക്കെ? ഓക്കെ സാർ. നിന്നെ വിശ്വസിച്ച് വന്ന ഒരാളെ കൊന്നാലുണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താ നിനക്ക് അറിയാൻ വേണ്ടിയാ നിന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ച് കൊന്നത്. ഇപ്പൊ എന്റെ ചേച്ചിയുടെ ആത്മാവിന് ശാന്തി കിട്ടി കാണും. നീയാണ് അവളുടെ ലോകമെന്ന് കരുതി ജീവന് തുല്യം നിന്നെ സ്നേഹിച്ചതാ പൊട്ടിപ്പെണ്ണ്. ഈ ലോകത്തിൽ എന്നെ പോലെ ഭാഗ്യശാലി വേറെ ആരും ഉണ്ടാവില്ല. നീ എന്തേ പറയുന്നത്? നിന്റെ ചേച്ചിയെ റേപ്പ് ചെയ്ത് കൊല ചെയ്തത് ഞാനാടി, ഞാൻ തന്നെയാടി. എന്ത്? എന്റെ ചേച്ചി കൊന്നത് നീയാണോ? ഞാൻ തന്നെയാടി കൊന്നേ. അവനോട് പ്രതികാരം ചെയ്യാനാ. ഞാൻ നിന്റെ ചേച്ചിയെ എങ്ങനെ കൊന്നെന്ന് അറിയോ? പറഞ്ഞ ഓടരുത്. പിടിക്കണ അവിടെ.
വേഗം പോയി പിടിക്കടാ. എടി, നിൽക്കാൻ. എടി, അവിടെ നിൽക്ക്. ഓടരുത്. പറയുന്നത് കേട്ടോ. ഓടരുത്. വേഗം ഓടിപ്പോയി പിടിക്കടാ. എടി, അവിടെ നിൽക്കാൻ. അവിടെ നിൽക്കാനാ പറഞ്ഞ. എടി, അവിടെ നിൽക്കാം. എടി, അവിടെ നിൽക്കടി. നിൽക്കാൻ. മിണ്ടരുത്, മിണ്ടരുതെന്നല്ല അവിടെ കിടക്കടി. നിന്നെ ഞാൻ കൊന്നിട്ട് ഈ കുറ്റം ഞാൻ മദനിന്റെ തലയിൽ ചുമത്തും. നീ തന്നെ എന്റെ കൺമുമ്പിൽ വെച്ച് അവനെ ചുട്ടിച്ചാമ്പലാക്കി. ആ പത്തനാപുരത്തിന്റെ ബോർഡറിൽ വെച്ചാ നിന്റെ ചേച്ചിയെ റേപ്പ് ചെയ്ത് കൊന്നത്. ഇപ്പൊ ഞാൻ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നെന്ന് അറിയോ? നിന്റെ ചേച്ചിയെ കൊന്ന സ്ഥലത്ത്, അതേ സ്ഥലത്ത് വെച്ച് തന്നെ നിന്നെയും ഞാൻ അനുഭവിച്ചിട്ട് കൊല്ലാൻ പോവാ. എന്റെ അടുത്ത് വരല്ലേ, അടുത്ത് വരല്ലേന്ന്. നിന്നെ ഞാൻ കൊന്നുകളയും. എന്റെ ചേച്ചി കൊന്നളഞ്ഞില്ല നീ. എന്റെ അടുത്ത് വരരുത്. എന്ത് ചെയ്യുന്നു? എന്താണ് ചെയ്യാ? വേണ്ട. എന്താണ് ചെയ്യാ? വരല്ലേ. അവിടെ നിൽക്കാൻ. ഓടരുത്. അവിടെ നിൽക്കാനാ പറഞ്ഞ. അവിടെ നിൽക്കാൻ. നിൽക്കാനാ പറഞ്ഞ. അവിടെ നിൽക്കാൻ. നിൽക്കാൻ. എടി, എടി, നീ എവിടേക്ക് പോയാലും വീട്ടിലടി. നീ എവിടേക്കാടി നീ രക്ഷപ്പെടുന്നത്? എന്റെ കയ്യിൽ നിന്ന്. എടി, അവിടെ നിൽക്കാൻ. എടി, അവിടെ നിൽക്കാൻ. അവിടെ നിൽക്കാനാ പറഞ്ഞ. മദൻ,
എന്റെ ജീവൻ രക്ഷിക്കുന്നു പറഞ്ഞ് ഇവൻ പോയല്ലോ. അപ്പോഴെന്റെ അനിയനോ? മരണത്തോട് പോരടിച്ച് തിരിച്ചു വന്നോടാ നീ. ഇവിടെ ഉണ്ടല്ലോ. അവിടെ ആരോ? ഇവിടെ എന്തോ നടക്കാൻ പോവാ. അയ്യോ എന്റെ അമ്മേ. ബോഡി ഇവിടെ ഉണ്ടല്ലോ. നീ എന്താ എന്നെ പോലെ ഇരിക്കുന്നേ? ഞാനാടാ. മദൻ, ഐ എം റിയലി സോറി. നീ എന്റെ ചേച്ചിയെ വഞ്ചിച്ച് കൊന്നു കളഞ്ഞു എന്നുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് കാരണം ഞാൻ നിന്നെ ഷൂട്ട് ചെയ്തു പോയത്. മദൻ, പ്ലീസ് മദൻ, ഐ എം സോറി. മദൻ, ചെയ്ത തെറ്റിനല്ല ഞാൻ സോറി പറയുന്നത്. പ്ലീസ്, നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്നതിനേക്കാളും ചിരിച്ച് സംസാരിക്കുമ്പോഴാ കാണാൻ ഭംഗിയുള്ള. മദൻ, ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല. നീ ഒരു പെണ്ണ് ഇത്രയും കെഞ്ചി പറയുന്ന കേട്ടിട്ട് മൈൻഡ് ചെയ്ത് പോകുന്നെന്താ? നിക്കടാ. എന്താ മദൻ, ഇന്നലെ ഉറങ്ങിയില്ലായിരുന്നോ? ഇതൊന്നും ഒരു നോർമൽ പ്ലേസ് അല്ല. നിറയെ ആത്മാക്കൾ അലയുന്ന ഇടമാണ്. ഞാനും നിന്നെ പോലെ ഉറങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഇവിടുത്തെ മറ്റാത്മാക്കളെ പോലെ അലഞ്ഞേന്. എന്താ, പോകാല്ലേ? ആ, പോവാം, വാ. എന്താ ചെയ്യുന്നേ? പെട്ടെന്ന് വാ. എനിക്ക് വെള്ളത്തിൽ നടക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? എന്നെ എടുക്ക്. നിന്റെ ഷൂസ് ഞാൻ പിടിച്ചോളാം.
യെസ്. വൗ. എന്താ ഒന്നും സംസാരിക്കാത്ത? എന്തേലൊന്ന് പറ. നീ ദേഷ്യം പിടിച്ചിരിക്കുമ്പോഴും എന്ത് ക്യൂട്ടാന്നറിയോ? മദൻ, ഇതുപോലത്തെ കാണ കൊള്ളാവുന്ന ഒരു പെൺകുട്ടി ഇവിടെ നിൽക്കുമ്പോ നിനക്കൊന്നും ചെയ്യാൻ തോന്നില്ല. എന്തൊരു മുരടനാ നീ. നിക്കടാ. എന്തേ വരുന്നുണ്ടെങ്കിൽ വാ, ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് ചാവ്. മനസ്സിലായോ? എന്റെ ചേച്ചിയെക്കാളും ഞാൻ നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. ഹലോ, എന്തൊരു കഷ്ടം. സ്റ്റേ, I'll also come. മദൻ, മദൻ പ്ലീസ് മദൻ. ശോ. ചോക്ലേറ്റ്. വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. പ്ലീസ് എനിക്ക് ഒരു ചാൻസ് തന്നൂടെ? പ്ലീസ് പ്ലീസ് മദൻ, പറഞ്ഞില്ലേ? പ്ലീസ് ഒരേ ഒരു ചാൻസ് തന്നൂടെ? പ്ലീസ് പ്ലീസ് ഡാ, ഒരേ ഒരു ചാൻസ് അല്ലേ? ചോക്ലേറ്റ്. അയ്യോ, ഇവൻ കണ്ടല്ലോ. അടുത്തേക്ക് വരരുത്, അടുത്തേക്ക് വരരുത്. ഇവൻ മദനല്ല കേട്ടോ, നീ സൂക്ഷിച്ചോ. ഇവൻ മനുഷ്യനല്ല, അവിടെ അവൻ മരിച്ചു കിടക്കുക. ഇവൻ മദന്റെ രൂപത്തിലുള്ള പ്രേതവാ. നീ എന്തിനാ അവന്റെ കൂടെ കറങ്ങുന്നത്? ഞാൻ പറയുന്നേക്ക്, ഇങ്ങോട്ട് പോര്. വാ 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 വാ. അത് പറയാൻ നീ ആരാടോ? എനിക്കെല്ലാം അറിയാം. നീ പറയുന്ന കേൾക്കാനും മാത്രമുള്ള ഗതികേട് ഇവിടെ ആർക്കും ഇല്ല. അയ്യോ, നീ ഒരു പ്രേതം, നിന്റെ അനിയനൊരു പ്രേതോ? ഇവൻ പ്രേതമൊന്നുമല്ല. മണ്ടത്തിനെ വിളിച്ചു പറയരുത്. അയ്യോ, ഞാൻ പറയുന്നൊന്ന് കേക്ക്, അല്ലെങ്കിൽ നിന്റെ തലയിലെഴുത്ത്. നീ വരരുത്. മദൻ, അവനെ വെറുതെ വിടില്ല മദൻ. ഇവനെന്തിനാ എന്നെ ഫോളോ ചെയ്ത് വരുന്നത്? അവന്റെ കൂടെ ചേർന്ന് ഇവളും പ്രേതമായി മാറിയോ ഇനി? മൊത്തത്തിൽ രണ്ടുപേരും ഒന്നായിന്നാ തോന്നുന്നു. എവിടെ ചെന്നൊളിച്ചാലും ഇവന്മാര് കണ്ടുപിടിക്കുന്നാണല്ലോ തോന്നുന്നത്. ഏയ്, നീ എത്തിയോ? അവളും കൂടെ ഉണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല. ഐ ലൈക്ക് ഇറ്റ്. സത്യാഗ്രഹം കൊണ്ടാ പത്തനാപുരത്തിലേക്ക് വന്നത്. ദേവി, എന്നെ രക്ഷിക്കണേ. പ്രകൃതി വിരുദ്ധമായി മനുഷ്യവംശത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച നിനക്ക് മരണം നിശ്ചയം. നിശ്ചയം. എന്നോട് ക്ഷമിക്കൂ. ആ ശക്തി വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നെ രക്ഷിക്കണേ ദേവി, രക്ഷിക്കണേ. എന്റെ തെറ്റ് ക്ഷമിച്ച് എന്നെ രക്ഷിക്കൂ ദേവി, രക്ഷിക്കൂ. അമ്മേ പാർവതി ദേവി. അമ്മേ പാർവതി ദേവി, പരമേശ്വരി ദേവി, അമ്മേ ദേവി, ദേവി, ഞാൻ പറഞ്ഞതൊക്കെ കേട്ടോ അമ്മേ? വേണ്ട, എന്നൊന്നും ചെയ്യരുത്. അറിയാതെ പറ്റിപ്പോയതാണ്. വേണ്ട ദേവി, വേണ്ട. മഹാമായ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ ഒരിക്കലും ഇതുപോലെ ചെയ്യില്ല. എന്നെ രക്ഷിക്കണേ. എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കി. വേണ്ട ദേവി, അരുത്. മഹാമായ,
പാർവതി ദേവി എന്നെ ഒന്നും ചെയ്യല്ലേ, അരുത്, എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ വിട്ടേക്ക്. അമ്മേ ദേവി, പാർവതി. മദൻ, 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 മദൻ. ഏയ് മദലക, 5 ശതാബ്ദമായി നരകത്തിൽ ഒരു പെണ്ണിന്റെയും ശരീരം തൊടാതെ ജീവിച്ച ധൂമകേതുവിന്റെ ആത്മാവാണ്. നിന്റെ ശ്വാസം എന്നെ സ്പർശിച്ചപ്പോ ഞാൻ വളരെയേറെ സന്തോഷിച്ചു. ഒന്നും ചെയ്യല്ലേ, നിന്നെ കുറച്ചായി അനുഭവിച്ചു തീർക്കാൻ വേണ്ടി ഈ പത്തിനപ്പുറത്തിൽ നിന്റെ ജീവൻ ഞാൻ എടുക്കുന്നില്ല. അനുഭവിക്കും, നിന്നിൽ ഞാൻ അലിഞ്ഞു ചേരും. ഇത് ധൂമകേതുവിന്റെ മറുപിറവിയാണ്. മദലക തലക, മദലക തലക, മദലക.